എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാരക്ടർ ഓഫ് എ കൗൺസിലർ, സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്, ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്, ഗോൾ ഓഫ് കൗൺസിലിംഗ്, പിന്നെ ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞു, ഗൈഡൻസ് കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ സൈക്കോതെറപ്പി എന്താണെന്ന് പറഞ്ഞു, കൗൺസിലിംഗ് സൈക്കോതെറപ്പി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഗൈഡൻസിന്റെ പറഞ്ഞു, പർപ്പസ് ഓഫ് ഗൈഡൻസ് പറഞ്ഞു. ഇനി നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. കൗൺസിലിംഗ് പ്രോസസ്, ഏതൊരു കാര്യത്തിനും ഒരു പ്രോസസ് ഉണ്ട്. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രക്രിയ, ഓൺഗോയിങ് പ്രക്രിയ. പെട്ടെന്ന് ഒരു കണ്ടു വർത്താനം പറഞ്ഞത് കഴിഞ്ഞില്ല, അതിനൊരു പ്രോസസ് ഉണ്ട്. കൗൺസിലിംഗിനും ഒരു പ്രോസസ് ഉണ്ട്. നിരന്തരം നടക്കുന്ന ഒരു അനുക്രമത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കൗൺസിലിംഗ്. രണ്ട് ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞു പോകല്ല, അതിനൊരു ക്രമമുണ്ട്. ആ ക്രമം എന്താണെന്നാണ് നമ്മൾ പറയുന്നത്, അതാണ് കൗൺസിലിംഗ് പ്രോസസ്. The term counseling process implies continuous change or changes that take place, or rather which should place in the client in promoting personality changes in a desired direction. അതായത് ഇപ്പോൾ ഒരാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അയാളുടെ ആഗ്രഹം എന്താണ്, എന്തിനായാലും കൗൺസിലിങ്ങിന് വരിക, അപ്പോൾ എനിക്ക് ഈ ആങ്കർ ഒന്ന് മാനേജ് ചെയ്യാൻ, ശാന്തശീലമാവാൻ പറ്റില്ല. ഒരു ദേഷ്യക്കാരൻ ബൈ നേച്ചർ ദേഷ്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു കൗൺസിലിങ്ങിന് പോയതുകൊണ്ട് ശാന്തശീലം കിട്ടുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്തൊക്കെ വന്നാൽ ദേഷ്യമൊക്കെ തന്നെ മാറ്റി കിട്ടാന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്, നടക്കുന്ന കാര്യമല്ല. അയാളുടെ ബൈ നേച്ചർ ദേഷ്യക്കാരൻ. പക്ഷേ ഹൗ ഇറ്റ് വിൽ ബി, നമുക്കത് എങ്ങനെ അത് മാനേജ് ചെയ്യും. ഇപ്പം മാനേജിങ് സ്കിൽസാണ് നമ്മൾ കൗൺസിലിങ്ങിൽ കൊടുക്കുന്നത്. ദേഷ്യം വരും, പണ്ടത്തെ പോലെ ദേഷ്യം വരും. പക്ഷെ ആ ദേഷ്യം എങ്ങനെ വരണേന്ന് അറിയണം. ഇതുവരെ ആൾ അറിയണ്ടായിരുന്നില്ല, ദേഷ്യപ്പെടുന്നത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കൗൺസിലിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ ആള് കോൺഷ്യസ് ആണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവെയറാണ്. എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം എൻ്റെ മക്കളെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നം എൻ്റെ ഭാര്യയെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തുള്ളിച്ചാടി വെളിച്ചപ്പാടായിട്ട് തുള്ളുമ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ വിഷമിച്ചു പോകുന്നുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെ വിഷമിച്ചു, എൻ്റെ അയൽക്കാരിങ്ങനെ വിഷമിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്നുള്ള എൻ്റെ റിയാക്ഷൻ, എൻ്റെ പേഴ്സണാലിറ്റിയിലെ ആ പ്രശ്നം മറ്റുള്ളവരെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. അതൊരു കോൺഷ്യസ്നെസ് ആണ്, അതൊരു അവെയർനെസ് ആണ്. ഈ അവെയർനെസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇയാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യണം, ഒരു ഡിസൈഡ് ഡിറക്ഷനിലേക്ക് ആക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ ആളെ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈഡ് ഡിറക്ഷനിലേക്ക് ഇയാളെ സഹായിക്കലാണ് ആരുടെ പണി? കൗൺസിലറുടെ പണി. ഇനി ഇൻക്ലൂഡ്സ് ഇറ്റ് ഇൻ, ചിലരെ ദേഷ്യം ഉണ്ടാവാൻ സഹായിക്കേണ്ടി വരും കൗൺസിലർക്ക്. പാസീവായിട്ടുള്ള ചില ആളുകളുണ്ട്. പെണ്ണ് ഇങ്ങനെ കലി തുള്ളുമ്പോൾ ചെറുമാർ ഇങ്ങനെ പാസീവായി പോവുക, അല്ലെങ്കിൽ ചെക്കൻ ഇങ്ങനെ കലി തുള്ളുമ്പോൾ പെണ്ണ് പാസീവായി പോവുക. അപ്പൊ ഞാനൊരു പെണ്ണിനോട് ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കല്ല് പിടിച്ചു വന്നിട്ട് സിസ്റ്റർ നമ്മൾ അടിക്കും ചവിട്ടും കുത്തും ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ നിൽക്കും എടുക്കണമെങ്കിൽ പറയാൻ തൊട്ടുപോലും നീ എന്ന് പറയാൻ പറഞ്ഞു. സിസ്റ്റർ എനിക്ക് നീ കണ്ണും തുമ്പി നീ ഒന്ന് സംസാരിക്കുന്ന കൈ കയറി എന്നെ തൊട്ടുപോയി എന്ന് പറയണ. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയിട്ട് വന്നിട്ടുള്ളൂ, സിസ്റ്റർ ഞാൻ ജയിച്ചോ, ഞാൻ പിന്നെ തൊട്ടിട്ടില്ല, പിന്നെ ഈ പാർട്ടി തൊട്ടിട്ടില്ല, കരുവിൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയാവുന്ന അവർ മനസ്സിലായി, പിന്നെ തൊട്ടിട്ടില്ല, നീ എന്നെ അടിച്ചാൽ ഞാൻ നിന്നെ അടിക്കും എന്ന് പറയാനുള്ള ചങ്കുറ്റം വേണം. ഇത് ഇങ്ങനെ അടി കൊണ്ട് 10-12 കൊല്ലം അടി കൊണ്ട് നശിച്ചു പോയിണ്ടായി. ഇപ്പോഴും ജോലിക്ക് പോയിട്ട് കിട്ടുന്ന 7000 രൂപയാണ്. 7000 രൂപ അങ്ങനെ തന്നെ ഒരു പൈസ ഇല്ലാതെ അവൻ്റെ കൊടുക്കും. അന്നിട്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ അവൻ ചോദിക്കണം, എനിക്ക് 10-20 രൂപ തരണം. അപ്പോൾ അവന് 20 രൂപ കൊടുക്കും. ആ 20 രൂപ കൊടുത്തിട്ട് ജോലിക്ക് പോകും. തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇനി എങ്ങാനും ചിലവിലാണ് 50 കൊടുത്താൽ ബാക്കി 30 തിരിച്ചു കൊടുക്കണം. പിറ്റേ ദിവസം രാവിലെ വീണ്ടും 20 ചോദിക്കും. അത്ര അടിമയാണ്. ഞാൻ പറഞ്ഞു എടി ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വൽ, അതാണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞത്. ഇത് ഇയാളെ ബോധ്യപ്പെടുത്തണം. അവളുടെ സ്പേസ് അവൾക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ബോധ്യപ്പെടുത്തണം. ഇനി അവരെ വിളിച്ചാൽ ചിലപ്പോൾ കൗൺസിലിംഗ് ഒന്നും വരില്ല. വരാത്ത കേസിൽ ഇവളെ നമ്മൾ ആക്റ്റീവ് ആക്കും. എന്നിട്ട് അവൾ അടിച്ചു കൊടുത്താൽ പോലെ നീ എപ്പോഴെന്ന് വെച്ചാൽ പോയി ജീവിക്കും. 2 ദിവസം പോകുമ്പോൾ നിന്റെ കാര്യം പിടിച്ചു വരും.
അങ്ങനെ ഒരു എന്താ പറയുക അസേർട്ടീവ്നെസ്, അതാണ് അസേർട്ടീവ്നെസ്സിൻ്റെ റൈറ്റ് ആയിട്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിവിടെ ചമഞ്ഞിരുന്നാൽ പറ്റില്ല, ചതഞ്ഞിരുന്നാൽ പറ്റില്ല, ബിക്കം അസേർട്ടീവ്. കിട്ടിയോ? അപ്പൊ ഇത് ഒരു പ്രോസസ്സാണ്, ഇയാളെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. പേഴ്സണാലിറ്റി ചേഞ്ച് നിർബന്ധമായിട്ട് വരണം. ആ ഡിസൈഡ് ഡയറക്ഷൻ എനിക്ക് ആഗ്രഹമുണ്ട് സിസ്റ്റം അങ്ങനെ ആവാൻ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പല തരത്തിലാണ് ഹെൽപ്പ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്? കം ഓൺ, റീഇൻഫോഴ്സ്മെന്റ് പ്രൊസീജിയേഴ്സ്. എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യും, അതാണ് റീഇൻഫോഴ്സ്. അത് രണ്ട് തരത്തില്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഈ പെണ്ണ് ഇങ്ങനെ പാസീവായിട്ട് നിൽക്കുന്തോറും ഈ ചെറുക്കനെ നെഗറ്റീവ്ലി ആണോ പോസിറ്റീവ്ലി ആണോ റീഇൻഫോഴ്സ് ചെയ്യുന്നത്? നെഗറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യാം. ഇവിടെ റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ചെറുക്കൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇവരേതാണ്ട് വലിയ രാജഭരണം നടത്തുന്ന ഒരു രാജകൊട്ടാരത്തിലെ രാജാവ് പോലെയാണ്. ഈ പെണ്ണ് അവിടുത്തെ സ്ലേവാണ്. ഭാര്യാഭർത്തൃം എന്താണെന്ന് നല്ല വിചാരം. അപ്പൊ അവന് നെഗറ്റീവ് സ്വഭാവത്തെ ഞാൻ ഇപ്പം ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് മൂഡ് ഓഫ് ആകുന്ന ഭാര്യ. അപ്പൊ ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് മൂഡ് ഓഫ് ആകും. അപ്പൊ ഈ ചെറുക്കൻ എന്ത് ചെയ്യും? പിന്നാലെ നടന്നത് കളിപ്പിച്ച് ചിരിപ്പിച്ച് സ്നേഹിപ്പിച്ച് എന്നെ വീണ്ടും ആക്റ്റീവ് ആകും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞു കാര്യം അത് ഓഫ് ആവും. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ചെറുക്കൻ പിന്നാലെ നടക്കണോ വേണ്ടേ? വേണ്ട. ആ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് അയാളുടെ നേച്ചറാണ്. അയാൾ കുറച്ചാൾ മൂഡ് ഓഫ് ആയിരുന്നുണ്ട്, അത് തന്നെ മൂഡ് ഓൺ ആകുമ്പോൾ ഇരുന്നോട്ടെ. അപ്പൊ നമുക്കുണ്ടാവും ചെറുക്കൻ നോർമലായിട്ട് ബിഹേവ് ചെയ്ത് പോവുക. അവരങ്ങനെ ഇരുന്നോട്ടെ, എന്തോ നേരം പൊരുത്തിയിരിക്കുന്നോണ്ടിരിക്കട്ടെ. അത് മനസ്സിലായ? അപ്പൊ നെഗറ്റീവായിട്ടുള്ള സംഗതിനെ സ്ട്രെങ്തൻ ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള സംഗതിനെ പോസിറ്റീവായിട്ട് സ്ട്രെങ്തൻ ചെയ്യുക. ഒരു ദിവസം മൂഡ് ഓഫ് ആവാണ്ട് പെണ്ണ് അതേ നേരം ഇരിക്കാണ്ട് ഓടിയൊന്നും ഇത് പിടിക്കുകയില്ല, സൂപ്പർ, ഒന്ന് നല്ല ഭംഗിയായിട്ട് ഞാൻ ഓർക്കം ചെയ്തല്ലോ പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് സംഗതിനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെ അതിനെ കാണണം നമ്മൾ, എന്നാലാണ് അതിൽ നിന്ന് പുറത്തെടുക്കാൻ തോന്നുന്നത്. ഇനിയോ അസേർട്ടീവ്നെസ് ട്രെയിനിങ്. എന്താണ് അസേർട്ടീവ്നെസ് ട്രെയിനിങ്? ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ നേരം എഴുതി പിടിച്ചു പറഞ്ഞത് എങ്ങനെ തോട്ടുപോരുത്, ഞാൻ പോലീസിനോട് വിളിക്കുന്ന പറയാനുള്ള ഒരു ചങ്കൂറ്റം. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് അസേർട്ടീവ്നെസ്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. ദെൻ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് കൗൺസിലിങ്ങിലെ ഒരു തെറാപ്യൂട്ടിക് മെഷറാണ്. ഇപ്പോൾ ഭയങ്കര ഭയമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് ഒരു പള്ളീനെ പേടിക്കുന്ന ആൾ, പാട്ടേനെ പേടിക്കുന്ന ആൾ, പാമ്പിനെ പേടിക്കുന്ന ആൾ, അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യാൻ. അത് പാമ്പിനെ കുറിച്ച് അവർ റൗണ്ടിൽ വരച്ചു കൊടുക്കും. അപ്പോൾ ചെറിയ പുഴുവിനെ കാണിച്ച്, പല്ലിനെ കാണിച്ച്, തവളേനെ കാണിച്ച്, അവസാനം പാമ്പിനെ കാണിച്ച്, അപ്പോൾ കൂടുതൽ ധൈര്യം വെച്ച് അതിനെ സെൻസിറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസ്. ദെൻ ഫീഡ്ബാക്ക്. നീ ഇങ്ങനെ പെരുമാറുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫീഡ്ബാക്ക്. നീ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നതാണ്, അപ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മറ്റുള്ളവരെ കൊണ്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും. ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ. ചിന്തകൾ എപ്പോഴും നമ്മുടെ ശരിയാവണമെന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചും എനിക്ക് ചിന്തിക്കുക, അത് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എന്നോട് ദേഷ്യപ്പെട്ടുകൂടാ, അല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്തുകൂടാ? ഇവിടെ പറഞ്ഞാൽ ഇയാളൊന്നും അല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യണേ എന്ന് ഇയാൾ ചോദിക്കുകയാണ്, ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നിന്റെ ഭർത്താവിനെ കറക്റ്റ് ചെയ്തേ, വേറെ ആരെല്ലാം കറക്റ്റ് ചെയ്തേ അല്ലേ? നിന്റെ ഭർത്താവിനെ കറക്റ്റ് ചെയ്യാനുള്ളതല്ലേ? അത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അപ്പോൾ അവിടെ ശരിയാണല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിനെ പല പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടല്ലോ, ഭർത്താവ് കറക്റ്റ് ചെയ്തോട്ടെ, എന്നാ കുഴപ്പം? അങ്ങനെ ഒരു റീസ്ട്രക്ചർ. ഇത്ര നാൾ പോയ പോലെ ലൈനിങ്. ഇപ്പോൾ ആ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് അവിടെ റീസ്ട്രക്ചർ ചെയ്യാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ. കാരണം ഇത്ര നാൾ ഭർത്താവ് ഒന്നും ചെയ്യാറുള്ള ഓർക്കിഡ് നനയ്ക്കൽ മാത്രമേ ഉള്ളൂ. പിന്നോട് ഈ ഭർത്താവ് എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്. സവോള അരിഞ്ഞ് വെക്കുന്നു, മീൻ മേടിച്ച് വെക്കുന്നു, ചോറെടുത്ത് പുറത്ത് വെക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, പാത്രങ്ങൾ കഴിയിപ്പിക്കുന്നു, കുട്ടികളുടെ ഹോംവർക്ക് നോക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ കിട്ടിയ അപ്പോൾ അവിടെ വലിയൊരു റീസ്ട്രക്ചറിങ് ആണ്. ദെൻ എസ്പെഷ്യലി ഇൻ വാട്ട് ബിഹേവിയേഴ്സ്, അഫക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് മോഡ്സ്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ പ്രോസസ്സിൽ പെടുത്തുക. ഒന്നാമത് എന്താണ്? കൗൺസിലിംഗ് പ്രോസസ് ഈസ് എ പ്ലാൻ സ്ട്രക്ചേർഡ് ഡയലോഗ് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് ക്ലയൻറ്റ്. അപ്പോൾ ചിലപ്പോൾ കൗൺസിലറും ക്ലയൻറ്റും കൂടി ഒരു റീസ്ട്രക്ചറിങ് മെത്തേഡ്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ആ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മകനോട് അമ്മയ്ക്ക് പെരുമാറേണ്ട രീതിയെക്കുറിച്ച് ഒരു റീസ്ട്രക്ചറിങ് നമ്മൾ ചെയ്യണം. ക്ലയൻറ്റും കൗൺസിലറും, കൗൺസിലറുടെ അക്കാഡമിക് എക്സ്പീരിയൻസും
കൗൺസിലിംഗ് എക്സ്പീരിയൻസും റിലീജിയസ് ആറ്റിറ്റ്യൂഡ്സും ഒക്കെ പാടെ കൂടി ഈ ക്ലയൻറ്റിന് ഒരു ഹെൽപ്പ് കൊടുത്ത് ആ വീട്ടിലെ ഇന്ന മോനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു റീസ്ട്രക്ചറിങ് മെൻറ്റാലിറ്റി. ഇപ്പോൾ ഭയങ്കര വാശി പിടിച്ചിട്ടൊരു കുട്ടി വരികയാണ്. ഉദാഹരണം ഈ അമ്മ സാധാരണഗതിയിൽ കുട്ടി വാശി പിടിക്കുമ്പോൾ വാശി പിടിച്ച് നമ്മുടെ കരഞ്ഞ് ബഹളം വെച്ച് ഗ്ലാസ് അറിയാൻ പറ്റും. ഗ്ലാസ് അറിയുമ്പോഴേക്കും അമ്മ എന്ത് ചെയ്യും? എവിടെയും മുന്ന് അവൾ ചോദിക്കുന്നത് നീ ഞാനോന്ന് പേടിച്ചിട്ട് ആ കുട്ടി എന്തിനു വേണ്ടി വാശി പിടിച്ചോ ആ തെറ്റായ കാര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് വാശി കുറയും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി കുറയണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യണം? ആദ്യം കുട്ടി മര്യാദയ്ക്ക് ചോദിച്ചു. അതായത് ഉദാഹരണം, കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഐസ്ക്രീം പിടിച്ചിട്ടുണ്ട്, എനിക്ക് ഐസ്ക്രീം വേണമെന്ന് കാലം. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം തരില്ല. ഐസ്ക്രീം തരില്ല പറഞ്ഞില്ലേ, ഐസ്ക്രീം ഇങ്ങനെ പറഞ്ഞ് ചാട് കൊച്ചു തരില്ല തരില്ല തരില്ല. ആ കൊച്ചു ഒച്ചയിടുന്നതിനനുസരിച്ച് അമ്മ ഒച്ചയിടും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം മര്യാദയ്ക്ക് ചോദിച്ചു തന്നില്ല, അപ്പോൾ ഒച്ചയെടുത്തു. ചാടി ചോദിച്ചു തന്നില്ല, ഉരുളി ചോദിച്ചു തന്നില്ല. അപ്പോൾ വിചാരിച്ചു ഒരു ഗ്ലാസ് എടുക്കണം, ഗ്ലാസ് എടുത്ത് തന്നിട്ട് ഒറ്റ വെച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു എനിക്ക് ടി വി അങ്ങനെ പിടിച്ചു കൊടുച്ചാൽ നമുക്ക് സീരിയൽ കാണാൻ പറ്റില്ലല്ലോ, എന്നാൽ വേഗം പോയി കൊടുത്താൽ വെച്ച് ഫ്രിഡ്ജ് തുറന്ന് ഐസ്ക്രീം. അപ്പോൾ കുട്ടിക്ക് എന്ത് മനസ്സിലായി? അല്ല മര്യാദയ്ക്ക് ചോദിച്ചാൽ കിട്ടില്ല, എറിഞ്ഞു ചോദിച്ചാൽ, ചാടി ചോദിച്ചാൽ, ഉരുട്ടി ചോദിച്ചാൽ കിട്ടില്ല, എറിഞ്ഞു ചോദിച്ചാൽ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? ഈ പ്രോസസ് ഒന്നും ഇല്ലാണ്ട് അവരെന്ത് ചെയ്യും? എറിഞ്ഞാൽ ചോദിക്കും. അപ്പൊ ഇനി എങ്ങനെ ഈ കൊച്ചിനെ അമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കൗൺസിലർ ക്ലയന്റ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ കുട്ടിയുടെ ഈ നേച്ചർ കൂടി വരിക. ഇനി തിരിച്ചു റിട്ടേൺ അടിച്ചാലും കൊച്ചു മര്യാദയ്ക്ക് ചോദിച്ചു മോനെ നീ എന്തൊക്കെ ബഹളം വെച്ചാലും ഐസ്ക്രീം ഭക്ഷണം കഴിക്കാതെ തരില്ല 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 എന്ന് പറഞ്ഞ് പിന്നെ ആ പ്രദേശത്ത് അമ്മ കേൾക്കരുത്. നീ അലക്കാൻ പൊക്കോ, അല്ലെങ്കിൽ നീ മറങ്ങി പൊക്കോ, ഒരു കണ്ണ് ഇങ്ങനെ ബാക്കിലേക്ക് ഉണ്ടായാൽ മതി, എന്തൊരു കാണിക്കുന്നത്. അങ്ങനെ നീ അവിടെ ആ പ്രദേശത്ത് നീ ഉണ്ടാവരുത്. അപ്പൊ കൊച്ച് ഇതും ബന്ധം കണ്ടുകൊണ്ടിരിക്കും. കുറെ നേരം കരുതിട്ട് നോക്കും, അമ്മ കാണുന്നുള്ളത്, അമ്മ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മനസ്സിലായി കഴിഞ്ഞാലും കിട്ടില്ല. അപ്പൊ പതുക്കെ എന്ത് ചെയ്യും? കുറെ നേരം കരുതി നോക്കുക, ആരും മനസ്സിലാകാൻ കാണുമ്പോൾ അപ്പൊ അമ്മ ഒരു ഡയലോഗ് കൂടി കാച്ചണം. 1 മണിയാകുമ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് മാറ്റും, പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം തരില്ല. 1 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ഐസ്ക്രീം തരും. കൊച്ച് ബ്ലോക്കിൽ നോക്കും, ബ്ലോക്കിൽ നോക്കും, 1 മണി ആവാറായിട്ടും അമ്മ കമാണ് വന്നൂല്ല, ഐസ്ക്രീം കൊടുത്തൂല്ല. അപ്പൊ എന്ത് ചെയ്യും? പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും? നോക്കൊക്കെ കുറച്ച് ഓടി വരും. അമ്മ ഞാൻ കഴിച്ചു, എനിക്ക് ഐസ്ക്രീം ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇപ്പൊ എന്താ ഇതിനകത്ത് തന്നെ കഴിക്കാനില്ലേ, എന്തില്ലേ, അത് പറയാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ആ എനർജീനെ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. അതൊന്നും പറയാണ്ട് ഓടി വന്ന് കൊച്ചിനെ കേട്ടി പിടിച്ചൊരു കൊടുത്ത് ഓടിക്കൊണ്ട് ഐസ്ക്രീം കൊടുക്കണം. എന്നിട്ട് പറയണം ഈ ബിഹേവിയർ, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഈ ബിഹേവിയർ സൂപ്പറാണ് എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊച്ചിനോട് പറയാം. നമ്മുടെ ഭാഷയെ കുറിച്ചൊന്നും തിരിയില്ല, പക്ഷെ നമ്മുടെ എക്സ്പ്രഷൻ തിരിയും. നമ്മൾ എടുക്കാനായിട്ടോ അനുസരിച്ചല്ല തരാടാ വാവേ എന്ന് പറഞ്ഞ് വേഗം കൊണ്ട് ഐസ്ക്രീം കൊടുക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കൊച്ചിന് മനസ്സിലായി കരഞ്ഞാൽ കിട്ടില്ല, ചോറ് കിട്ടില്ല, ഉച്ചയ്ക്കകത്ത് ചോറ് കിട്ടില്ല, ഭക്ഷണം എടുക്കേണ്ട വരും, മര്യാദയ്ക്ക് ചോദിച്ചേക്കാം എന്ന് വിചാരിച്ച് വേഗം പോയി ചോറുണ്ട് അത് ചോദിക്കും. ഇതൊരു 10 പ്രാവശ്യം കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴിഞ്ഞാൽ സ്വഭാവമായി. 21 ദിവസം ഒരു സ്വഭാവം പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് അവരുടെ സ്വഭാവമായി. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, പാറ്റേൺ ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ, അങ്ങനെയാണ് ഈ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ വാശി പിടിച്ച കുഞ്ഞുങ്ങളെ മുൻപായിട്ട് ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൊച്ചു കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു സാധനം വേണം, ടി വി ഗ്ലാസ് വേണം, നമ്മൾ കരയണ വെച്ച് ഗ്ലാസ് വെച്ചിട്ട് കൊടുത്താൽ വീടും പൊട്ടും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കിയേ ഭാവി പൂ നോക്കിയേ, അപ്പ വന്നിട്ട് നോക്കിയേ, അമ്മ വന്നിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലേക്ക് ഒബ്ജക്റ്റ് പെർമനൻസി കുട്ടിക്ക് ആയിട്ടില്ല. ഒരു 7 മാസം 8 മാസം 10 മാസമൊക്കെയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്തവർ കുഴപ്പമില്ല. പക്ഷെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾക്ക് 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഈഗോ അവരുടെ ഡെവലപ്പായി. അപ്പോൾ നീ അത് കാണിച്ചില്ലെങ്കിൽ കാര്യമില്ല, അതാണ് ഓർമ്മയിലൊക്കെ തന്നെ നിൽക്കും. അപ്പോൾ അത് വേണമെന്ന് പറയും. അവിടെ നമുക്ക് അത് നോക്കിയിട്ട് കാര്യം കാരണം ഉള്ള കാര്യം മാത്രം മനസ്സിലാക്കാം. നീ കൊച്ചാണ്, മൊബൈലിൽ നിൽക്കുള്ളതല്ല, മൊബൈലിൽ നിന്ന് തരണം പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. വേറെ വല്ല കളി നിനക്ക് എന്തോരം സാധനങ്ങൾ കളിക്കാനുണ്ട്, അതുകൊണ്ട് നീ കളിക്കും എന്ന് പറയണം. എത്ര കറഞ്ഞാലും കിട്ടില്ല എന്ന് അവന് മനസ്സിലാവണം. അവൻ്റെ ഈ ഇറിറ്റേഷനെ ഇങ്ങനെ ഗ്രാവിറ്റി കൂട്ടരുത്. അതിനോട് തന്നെ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറിപ്പോവാം. അപ്പം കുട്ടീനെ നമ്മൾ ഡിഗ്നിഫൈഡ് ആയിട്ടൊരു പേഴ്സണായിട്ട് കാണണം, നാഗ് ചെയ്യരുത്, ഇറിറ്റേറ്റ് ചെയ്യരുത്. കാരണം അപ്പം കൊച്ചു കരഞ്ഞ് വയ്യാതെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. ഒറ്റ പ്രാവശ്യം കണ്ട് നമ്മൾ ആ പ്രദേശത്ത് മാറി കുറച്ച് നേരം തന്നെ ഇരുന്ന് കരഞ്ഞ് തന്നെ ഇരുന്നത് എക്സിറ്റ് ആവും. ആ ബിഹേവിയർ കുട്ടിയുടെ എക്സിറ്റ് ആവും.
ഇനി ഭക്ഷണം കഴിക്കാൻ നമ്മൾ സാധാരണ കുട്ടികൾ എന്താ ക്യാരറ്റ് വേണ്ടോ ഇതെടുത്ത് മാറ്റി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാശി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ആ ക്യാരറ്റ് എടുത്ത് മാറ്റും. അപ്പൊ നമ്മൾ ആ ക്യാരറ്റ് എടുത്ത് മാറ്റുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നെഗറ്റീവാണ്. ഞാൻ നീ കഴിക്കണേ കഴിക്കണ്ട, ക്യാരറ്റ് കഴിക്കുന്നത് ഇങ്ങനെ കുഴപ്പം വേണമെങ്കിൽ എനിക്ക് കഴിച്ചിട്ട് ചൂടാക്കാം, അത് മാറ്റുന്ന പ്രശ്നമില്ല, എവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ അറിയും ഇന്ന് കിട്ടുന്നൊരു കണ്ടേന്ന് ഒട്ടോ അത് പറയണം. ഇത് കഴിക്കണ്ട, നിങ്ങൾ നീ കഴിക്കണ്ട, ഈ ഭക്ഷണം കഴിക്കണ്ട, എല്ലാം ഒന്നും ഇവിടെ ക്യാരറ്റ് കയറി വേണമെങ്കിൽ കഴിച്ചാൽ മതി, നീ കഴിക്കേണ്ട പ്രശ്നമായിരുന്നു. കുറേ എങ്ങനെ കാണിച്ച് കുറച്ച് വേഷപ്പെട്ട കാണിക്കും. നമ്മളിതൊന്നും അറിയാത്ത ഭാവിയിൽ വന്നേ നമുക്ക് കാലിടാൻ പോവാ. അവളോട് ഞാൻ പറയണേ ഇത്ര നേരം ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ കൊച്ചു പറഞ്ഞു 2 ദിവസം കാര്യം മനസ്സിലായി. അതിൻ്റെ ഒന്നും നടക്കില്ല, ക്യാരറ്റ് കണ്ണടച്ച് തിന്നെ വേണം. അങ്ങനെ പഠിക്കും, അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ കുട്ടിയുടെ ഏഴ് സ്റ്റേജിൽ ഈ വാശിയാണ് ആത്മഹത്യ വരെ ചെന്നെത്തിക്കണം. ഒരു സംശയമില്ല, വാശിയാണ് ആത്മഹത്യ. ഭൂരിഭാഗം ആത്മഹത്യ കേസുകളിലും എന്താ സംഭവിക്കുന്നത്? വാശിപ്പുറത്താണ് ചത്തുകളേനെ. അല്ലാതെ സൈക്കോട്ടിക് പ്രോബ്ലം ആയിട്ടൊന്നുമല്ല. ഭൂരിഭാഗം അത് ഏർലി ചൈൽഡ്ഹുഡിൽ ഫിക്സേറ്റ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം അവിടെ നമ്മൾ നോക്കണം. ഇനി അപ്പോൾ ഇതൊക്കെയാണ് കോപ്പറേറ്റീവ്. ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് പ്രോസസ് ഇൻ വിച്ച് എ ട്രെയിൻഡ് പ്രൊഫഷണൽ ഹെൽപ്സ് എ പേഴ്സൺ കോൾഡ് ദ ക്ലയന്റ് ടു ഐഡന്റിഫൈ സോഴ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഓർ കൺസേൺ ദാറ്റ് ഹി ഓർ ഷീ ഈസ് എക്സ്പീരിയൻസിങ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറയേണ്ട കാര്യമില്ല. Together they develop ways to deal with the overcome these problems. അത് നമ്മൾ പറഞ്ഞു. The counselor's role is to guide the client through the process. ഇനി കൗൺസിലിംഗ് പ്രോസസ് എന്തൊക്കെ? നമ്പർ 1 is identify the need for counseling. നമ്മുടെ അടുത്ത് വന്ന ആൾക്ക് കൗൺസിലിങ്ങിന്റെ ഒരു നീഡ് ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ആ നീഡ് ഇല്ലാണ്ടാണ് വന്നേക്കണേന്ന് നീ അവിടെ കൗൺസിലിംഗ് വിജയിക്കില്ല. കൗൺസിലിംഗ് വിജയിക്കില്ല. കൗൺസിലിംഗ് വിജയിക്കണമെങ്കിൽ ആ നീഡ് ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ അടുത്ത് വന്ന ക്ലയന്റിന് അങ്ങനെ ഒരു നീഡ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് the person concerned requires counseling at all and if so what is the reason for the same? എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത്? അതെന്താണ്? അവൻ്റെ നീഡ് ഉണ്ടോ അതോ എല്ലാവരും പറഞ്ഞ് നിർബന്ധിച്ച് വന്നേക്കുന്നതാണ്? അവനൊരു നീഡ് ഇല്ലെങ്കിൽ എങ്ങനെ ഈ നീഡിലേക്ക് കൊണ്ടുവരാം? ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, പ്രിപ്പയർ ഫോർ എ കൗൺസിലിംഗ്. വന്ന ആളെ ഈ കൗൺസിലിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സെലക്ടിങ് എ സ്യൂട്ടബിൾ പ്ലേസ്. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താ? ഹിഡൻ ആണോ സീക്രസി ആണോ? പ്രൈവസി ആണോ സീക്രസി ആണോ വേണ്ടത്? പ്രൈവസി. സീക്രസി പാടില്ല, പ്രൈവസി വേണം. കാരണം എല്ലാവരും ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൽ വാ തന്നെ ഞാൻ കൗൺസിൽ ചെയ്യാനുള്ളതോ നിങ്ങൾക്ക് കൗൺസിൽ ചെയ്ത് അവിടെ ഒരു സുഖമില്ല. അപ്പോൾ ആരും കേൾക്കാൻ പാടില്ലാത്ത രഹസ്യമായിട്ടൊരു സ്പേസ് നമുക്ക് വേണം. അത് സീക്രസി അല്ല, പ്രൈവസി. അപ്പോൾ സ്യൂട്ടബിൾ പ്ലേസ് വേണം. കൗൺസിലിംഗ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് and in an environment that minimize interruptions ഇല്ലാത്ത free from distracting sights and sounds. എല്ലാ സൗണ്ടുകളും ബഹളങ്ങളും എൻ്റെ നടുവിലല്ല, ഇത്തിരി ശാന്തമായിട്ടിരിക്കുന്ന സ്പേസ് ഉള്ള ഒരു സ്ഥലം അന്വേഷിക്കുന്നത്. അതാണ് പ്രിപ്പയറിംഗ് ഫോർ കൗൺസിലിംഗ്. ടു പ്രിപ്പയർ ഫോർ കൗൺസിലിംഗ് ദ ഫോളോയിങ് നീഡ്സ് ടു ബി ഡൺ. പറഞ്ഞേ, സെലക്ട് എ suitable place, schedule the time. വ്യാഴാഴ്ച എപ്പോൾ വേണമെങ്കിൽ വന്നോ, അത് ശരിയാണോ? അല്ല, വ്യാഴാഴ്ച 10 മണിക്ക് ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ്, 10 മണിക്ക് വന്നാൽ കാണാം, 11 മണിക്ക് വന്നാൽ കണ്ടുവന്ന് വരില്ല കേട്ടോ, പറയാൻ വേണ്ട. അതെൻ്റെ സൗകര്യമാണ്. എനിക്ക് എൻ്റെ സ്പേസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 24 ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു ആലോചിക്കും. ഇപ്പം ഞാൻ രാവിലെ ഒരു 9 മണി, ചില ദിവസം 8:30 കൊടുക്കും. രാവിലെ 9 മണിക്ക് കൗൺസിലിംഗ് തുടങ്ങിയാൽ അതൊരു 12:30, 1, 1:30, 2 വരെ പോകും. ചിലപ്പോൾ പക്ഷേ 2 മണിക്ക് വരും. 2 മണിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ തല പുണ്ണായിട്ടുണ്ടാവും, നമുക്കൊന്ന് കിടക്കണം തോന്നും. കാരണം കഴുത്തുവേദന, തലവേദന, എല്ലാ തരം വൈകാരികളും ഉണ്ടാവും. ആ 2 മണിക്ക് നമ്മളൊന്ന് പോയി ഒന്ന് വന്നിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടില്ല, രണ്ടും നിവർന്ന് കിടക്കണം, അല്ലെങ്കിൽ ഒന്ന് നടക്കണം, അല്ലെങ്കിൽ ഒന്ന് അത്ര നേരം ഫുൾ ടൈം ഇരിക്കില്ല, ബാക്ക് പെയിനാണ്. ആ 2 മണിക്ക് കയറി 5 മിനിറ്റ് കഴിഞ്ഞ് ഫോൺ വന്ന് സിസ്റ്റം കാണാൻ ഒരാൾ വന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഒരു റെസ്പെക്റ്റഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ ചാടി ചെയ്തിട്ട് വൈകിട്ട് നമ്മൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാണ്ട് വന്നേക്കണേ കൗൺസിലിംഗ് ആണെങ്കിൽ എന്ത് പറയും? അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് അയാൾ നമ്മൾ തിരിച്ചയക്കും. കാരണം ഒരു ക്വാളിറ്റി ടൈം ആ ആൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. കാരണം ഇരുന്നാലും നമ്മൾ ഉറക്കം വരുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാനുള്ള മൂഡില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം, ചിലപ്പോൾ ഒരാളോട് ഡൊണേഷൻ തരാനാണ് വന്നത്, അതിൻ്റെ റൂൾസിനെ കാണണമെന്ന് നിർബന്ധം അല്ല, നിർബന്ധം ഇല്ല. ഓഫീസിൽ ഏൽപ്പിച്ച റെസിപ്റ്റ് മേടിക്കുക, പോവുക, എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ആരെയും വെച്ച് കൊടുത്തിട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്തൊരു പണിയുടെ കാര്യത്തിലാണ്
അത് ഞാനല്ല വേറൊരാളാണെങ്കിൽ ആ സിസ്റ്റർ പറഞ്ഞ പോലെ ചെയ്തോ. അത് എൻ്റെ സൗകര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. എനിക്കും വേണം ഒരു. ഞാൻ ഓർക്കണ്ടേ, ഞാൻ കൗൺസിലിങ്ങിന് തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ ഞാൻ എനിക്ക് വേണ്ടി തനി സ്പേസ് എടുക്കാറില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയ 2 മണിയോ കൗൺസിലിംഗ്. അത് കഴിഞ്ഞ് ചോറ് തിന്നില്ല എന്ന് വരുത്തി അപ്പോഴേക്കും വരും 2:30 3 മണിയാകും. ഇവിടെ ഡോക്ടർ ദിയുണ്ട്, ഹോമിയോ ഡോക്ടർ സിസ്റ്റർ. ആ പുള്ളി ഒരു ദിവസം പറഞ്ഞ് തീരെ ടയർഡായി പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 60+ ആയില്ലേ, ഇനി മതി, ഇത് ഉച്ച കഴിഞ്ഞ് എടുക്കാതിരിക്കും. ആള് കാലത്ത് പരിപാടി പിന്നെ ഒരു 5 മണിക്കേ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്കൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ ആ ഉച്ച നേരത്തെ ആൾ എടുക്കാൻ. അവരുടെ സിസ്റ്റർ എന്താ ഇങ്ങനെ ഡോക്ടർമാർക്കാണെങ്കിൽ നിസ്സാര നേരം കൊണ്ട് എന്തോ ആളുകൾ കാണും. നമ്മളാണെങ്കിൽ ഒരു കേസിലാണോ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് നമ്മൾ ചവച്ച് തുപ്പി എല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ടാണ് പോണത്. ഒരു കേസിന് തന്നെ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണല്ലോ. പലരും എന്നോട് പറയാറുണ്ട് ഒരു കുറച്ച് സ്പേസ്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ സാധനം റെസ്റ്റ് ഒന്നുമില്ല. ഫോൺ കോളുകൾ വരും, അല്ലെങ്കിൽ മെയിൽ അയക്കാനുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാർ വിളിക്കാനുണ്ടാവും, വീട്ടുകാർ വിളിക്കാനുണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഒഫീഷ്യൽ കാര്യങ്ങളാവും. അപ്പോൾ എനിവേ ആ ഒരു സ്പേസ് എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ചുകൂടി വെളിവുണ്ട്, കുറച്ചുകൂടി എനിക്ക് മീൻസ് കുറച്ചുകൂടി ക്വാളിറ്റി സർവീസ് ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റും. എപ്പോഴും ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കീപ്പ് ചെയ്യണം, സ്പേസ് നമുക്ക് വേണം. ഷെഡ്യൂൾ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഒരാളെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് രാവിലെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഡയറി നോക്കി ഇന്ന കേസുകൾ ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് പറഞ്ഞ ആൾ രാജേഷാണ്. ആ രാജേഷിനെ ഞാൻ വെൽക്കം ചെയ്ത് കാത്തിരിക്കുകയാണ്. ആരാണ് ഈ രാജേഷ്? വി ഡോണ്ട് നോ. അപ്പോൾ ഹലോ രാജേഷ്, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് മനസ്സിലായല്ലോ, ദൈവമേ സിസ്റ്റർ എന്താ അറിയോ എന്ന് ഉടനെ ചോദിക്കും. ബുക്ക് ചെയ്ത് അന്ന് തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് രാജേഷിന് വേണ്ടി. അതോടുകൂടി നമ്മൾ അതിന് സെറ്റിൽഡായിട്ടുള്ളതാണ്. അത്ര ആ ഒരു ഹോപ്പാണ്. അടുത്തതോ, നോട്ടിഫൈ ദ പേഴ്സൺ ഓർ ദ ക്ലയൻറ്റ് വെൽ ഇൻ അഡ്വാൻസ്. നോട്ടിഫൈ ദ പേഴ്സൺ ഓർ ക്ലയൻറ്റ് വെൽ ഇൻ, അതായത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഓർഗനൈസ് ഇൻഫർമേഷൻ, ഔട്ട്ലൈൻ ദ കൗൺസിലിംഗ് സെഷൻ. അത് ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു കേസിന് ഒരു കപ്പിൾ കേസാണ് വിചാരിക്കും, മിനിമം ഒരു 9 സെഷൻ വേണം, അല്ലെങ്കിൽ ഒരു 6 മാസം വേണം. ആദ്യത്തെ സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം വരണം, അത് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ വരണം, പിന്നെ 3 ആഴ്ചയിൽ ഒരിക്കൽ വരണം, പിന്നെ മാസത്തിൽ ഒരിക്കൽ വരണം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് നമ്മുടെ ഈ കൗൺസിലിംഗ് സെഷൻ അവസാനിക്കും. കൃത്യമായിട്ട് പറയാം, ഇത് മൊത്തമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് തുടങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതിന് ഇത്ര ചിലവ് വരും, ഇത്ര സെഷനാണ്, ഇത്ര ടെസ്റ്റുകളുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് ഒഫീഷ്യൽ പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്ലൈൻ ദ കൗൺസിലിംഗ് സെഷൻ, പ്ലാൻ ദ കൗൺസിലിംഗ് സ്ട്രാറ്റജി, എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. ഇനി അടുത്തത് 3ാമത്തെ, കണ്ടക്ട് കൗൺസിലിംഗ്. കണ്ടക്ട് കൗൺസിലിംഗ് എന്താണ്? ദ കൗൺസിലർ ഹാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഫോർമൽ കൗൺസിലിംഗ്. He should address the 4 basic components of a counseling session. Their purpose is to guide effective counseling rather than mandate a series of rigid steps. ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞാലും ചില കേസിൽ ഈ സ്റ്റെപ്സ് ഒന്നും അല്ല നമ്മൾ ഫോളോ ചെയ്യുക. ചിലപ്പോൾ ചില കേസിൽ അതിൻ്റെ എമർജൻസി അനുസരിച്ച് നമ്മൾ അത് മാറ്റിയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനും വില്ലിംഗ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ദ സിറ്റുവേഷൻ ആൻഡ് കേസ് ആൻഡ് പേഴ്സൺ. അതാണ് കണ്ടക്ട് കൗൺസിലിംഗ്. ഇനി അതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഓപ്പണിംഗ് സെഷൻ. അതാണ് ടു ക്ലിയർലി സ്റ്റേറ്റ് ഇറ്റ്സ് പർപ്പസ്. അതിൻ്റെ പർപ്പസ് നമ്മൾ കൃത്യമായിട്ട് കമോൺ പറയണം. നിങ്ങൾ നോക്കി വിഷമിക്കേണ്ട, അതിന് ഞങ്ങൾ വഴി പറഞ്ഞു തരുന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം ഡിസ്കസിങ് ദ ഇഷ്യൂ. എന്താണ്? ടു ഡെവലപ്പ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, വീണ്ടും നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് നട്ട്ഷെല്ലായിട്ട് പറയുകയാണ്. പ്രോസസ്സിലും അത് തന്നെയാണ് രണ്ടും. നമ്മൾ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ക്ലയൻറ്റിൻ്റെയും കൗൺസിലിൻ്റെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ആ പ്രോബ്ലത്തിൻ്റെ ഇഷ്യൂ എന്താണോ അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എന്താണ് ഓപ്പണിംഗ് സെഷൻ കഴിഞ്ഞാൽ. പിന്നെയോ ഡെവലപ്പിംഗ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ. നമ്മുടെ പ്ലാൻ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാണ് രണ്ട് കൂട്ടരും കൂടി. ദ പ്ലാൻ ഓഫ് ആക്ഷൻ മസ്റ്റ് ബി സ്പെസിഫിക്. കാരണം അവരുടെ എല്ലാവർക്കും ഒരേ പ്ലാനാണോ? അല്ല, പലർക്കും പല പ്ലാനാണ്. അവരുടെ ഇഷ്യൂ അനുസരിച്ചിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുക. ആ പ്ലാൻ ഇടുക. ദെൻ ഇറ്റ് ഷുഡ് ഷോ ദ ക്ലയൻറ്റ് ആസ് ടു ഹൗ ടു മോഡിഫൈ ഓർ മെയിൻറ്റെയിൻ ദിസ് ബിഹേവിയർ. ഇറ്റ് ഷുഡ് ഷോ ക്ലയൻറ്റ് ഹൗ ടു, എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതെന്നുള്ള ഒരു പ്ലാൻ രണ്ടു കൂട്ടരും കൂടി ഇട്ടു. ദെൻ അടുത്തതോ
recording and closing the session. Counselor should summarize his key points and ask if the client understands the plan of action. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യും. ഇപ്പോൾ കാലത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യും. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ കിട്ടി. മൊത്തം നമുക്ക് കാണാപ്പാടെ എഴുതാൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഓറിയൻറ്റേഷൻ കിട്ടി. ഇന്ന് നമ്മൾ രാവിലെ പഠിച്ച ഇതൊക്കെ തന്നെ, ഉച്ച കഴിഞ്ഞ് നമ്മൾ പഠിച്ച ഇതൊക്കെ തന്നെ, ഇനി പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പറയും സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിന് തലേദിവസം നമ്മളൊന്ന് വായിച്ചു വരണം. ജസ്റ്റ് ഒന്ന് വായിച്ചു വരണം, ഒരു ഒബ്സർവേഷൻ ഒന്ന് വായിച്ചു വരണം. അതുപോലെ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ആരംഭം തന്നെ അവസാനം വരെയുള്ള കാര്യം ഒന്ന് പതുക്കെ നമ്മൾ സെറ്റാക്കി പറയും. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ എങ്ങനെയാണ് കപിലെ ഒരു കാര്യം നമ്മൾ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞാൽ കപില് പറയും സിസ്റ്റർ ഇന്നതാണ് നമ്മുടെ പ്രോബ്ലം. പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോബ്ലം കപില് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇന്നതാണ് എൻ്റെ പ്രോബ്ലം, അതിന് നിങ്ങളുടെ ഈ പ്രോബ്ലം തീരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യണം, ഇതിവിടെ നിന്ന് ചെയ്യണം, അത് അവിടെ നിന്ന് ചെയ്യണം, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ബുദ്ധിക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കണ പോലെയൊക്കെ അത് ശരിയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഇത്രയൊക്കെ വരും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാ എന്ന് കൃത്യമായിട്ടൊക്കെ ചോദിക്കും. ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്തായി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട മോനെ അതിപ്പോൾ ചെയ്യണ്ടാണ്, ഇതിപ്പോൾ ചെയ്താൽ മതി, കാരണം അതിനുള്ള കാശിപ്പ് ആയിക്കടാ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന വെച്ച് എന്നാൽ പിന്നെ നമുക്ക് തട്ടിക്കൂട്ട് പണി, നിങ്ങളൊരു പണിയില്ല, ആ പണി അങ്ങനെ ചെയ്യാൻ പറയും. അപ്പോൾ ശരി, ആ പണി ചെയ്തില്ല, തട്ടിക്കൂട്ട് പണി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് മറ്റേ ചെയ്യാനാണ് പറയും. ഇതുപോലെ തന്നെ കൗൺസിലിംഗ് എല്ലാ കാര്യം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്താ പറയാ, വേണ്ട ഒരു ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, പ്ലാൻ വരയ്ക്കണം. ആദ്യം പ്ലാൻ വരയ്ക്കണ്ടേ, ആദ്യം സ്ഥലം വേണം, ആദ്യം സ്ഥലമാണ് വേണ്ടേ, അത് പൈസയാണ് വേണ്ടേ, ഐഡിയ വേണം, കഞ്ചടി ഐഡിയ വേണം. ഞാൻ കെട്ടാൻ പോകുന്ന ബിൽഡിംഗ് സിനിമാസ് തിയേറ്റർ ആണോ, ഹോസ്പിറ്റലാണോ, സ്കൂളാണോ, അത് വീടാണോ, ഹോട്ടലാണോ, പള്ളിയാണോ, കോൺവെന്റ് ആണോ, NGO ആണോ, ഇവിടെ ഇടിയ സിനിമ പോയിട്ട് സ്കൂളാണ് പണിയാൻ പോണെന്നുണ്ടെങ്കിൽ 5 സെന്റ് മതിയോ, പോരാ. അപ്പൊ സ്ഥലമല്ല ആദ്യം വേണ്ടേ, കാശുമല്ല വേണ്ടത്, ആദ്യം വേണ്ടത് ഐഡിയ. നമുക്കൊരു ബിൽഡിംഗ് കേട്ടോ, എന്ത് ബിൽഡിംഗ് ആണ്, നമുക്ക് സിനിമ കൊണ്ട് സിനിമ തിയേറ്റർ വീട്ടിൽ നിറച്ച് സിനിമ ആർക്ക് തിയേറ്ററാണ്, തിയേറ്റർ മാത്രമല്ല ഇതിന് പിന്നെ അത്ര സ്റ്റൈലഡ് തിയേറ്ററാണ്, അതിനുള്ള ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് സ്കൂളായാലും മനസ്സിലായില്ലേ. അപ്പോൾ അത് സ്കൂളിനാണെങ്കിൽ എന്ത് വേണം, നിയമപരമായിട്ട് 3 ഏക്കർ വേണം. അപ്പോൾ 3 ഏക്കർ സ്ഥലം കിട്ടണം, അത് എവിടെ കിട്ടണം, ടൗണിലൊന്നും കിട്ടില്ല, അത് എന്താ വില. നമുക്ക് ഒത്തിരി ഇൻറ്റീരിയറായിട്ട് പോയാലോ, ഡിസ്കഷൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ സ്ഥലം കിട്ടപ്പെടാ, അത് കുഴപ്പമില്ല, അവിടെ നമുക്ക് അധികം വരിയില്ല, എന്നാൽ നമ്മൾ പോകും. അതിന് പണം സ്കൂളല്ലേ, അത് നമുക്ക് ഫീസ് കിട്ടും, തിരിച്ചടയ്ക്കാൻ, ലോൺ എടുക്കാതെ. കാശ് പ്രശ്നമല്ലാന്ന്, കാശ് പ്രശ്നമാണോ, ആണ്, പക്ഷെ അല്ലേ, അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണ്, ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം വരും, എല്ലാം വരും. പക്ഷെ ഐഡിയ വേണം. ബോധം വന്നാൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെല്ലാവരും ഈ ഭാഷ പഠിക്കണം. ബോധം വന്നാൽ ഭേദം വരും. പറഞ്ഞേ, ബോധം വന്നാൽ ഭേദം വരും. എഴുതി വെച്ചു, ബോധം വന്നാൽ ഭേദം വരും. പലപ്പോഴും നമുക്ക് ഭേദം വരാത്ത കാരണം എന്താ, ബോധമില്ല. ഞാൻ എന്താ കാണിക്കണേ, ഞാൻ എന്താ ചെയ്യണേ, എന്താ പറയണേ, ബോധമില്ലേ. അതുകൊണ്ട് എനിക്ക് ഭേദം വരില്ല. ഞാൻ ഈ മണ്ടത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പണ്ടേ തുടങ്ങി ഇന്ന് വരാൻ മാറ്റം വരണ്ടില്ല എനിക്ക്. നമ്മൾ ഓരോ ദിവസം ജീവിക്കും തോറും നമുക്ക് എന്ത് വരണം, ഓരോ ഇന്നലത്തെ ഞാൻ ആയിരിക്കരുത്, ഇന്നലത്തെ സ്വഭാവം എൻ്റെ പലതും എന്നെ പഠിപ്പിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ കുടുംബം നന്നാവും. ഞാൻ മാത്രം നന്നായാൽ പോരാ, ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന സകല ഏരിയ, സകല ഇടങ്ങളും സുന്ദരമാകാം. മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ കാർഡ് കയറുന്നു. അപ്പോൾ റെക്കോർഡിംഗ് ആൻഡ് ക്ലോസിംഗ് ദ സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫോർത്ത് വൺ ഈസ് come on follow after counseling the counselor must support the client as they implement their plans of action. അപ്പോൾ വരണം, ഇനി 2 ആഴ്ച കഴിയുമ്പോൾ വരണം. അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ട് വെക്കോ, അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ, ബുക്ക് ചെയ്യാൻ കൂടി വരരുത്. ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം വരാൻ. ഒരു ഹോംവർക്കും കൊടുത്താണ് നമ്മൾ വിടണേ, കിട്ടിയോ. അപ്പോൾ ഈ പ്രോസസ്സ് ക്ലീനായി. ഇനി what are the stages? കൗൺസിലിങ്ങിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇനീഷ്യൽ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്ലോസ് ചെയ്യുക, ക്ലോസ് അല്ല, ഓപ്പൺ ആയിട്ട് റെപ്പോ ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് റെപ്പോ, മനസ്സിലായ? റെപ്പോ പറഞ്ഞതിൻ്റെ അർത്ഥം
നല്ലൊരു റിലേഷൻ. ഹായ് വെൽക്കം ഡിയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽ വരും. ഓ എന്നെ വല്ല വഞ്ഞേറി വന്നിട്ടല്ലേ നീ എന്തുകൊണ്ട് പോകുന്നത് ഒന്നും പിന്നെ വരാൻ പാടില്ലേ? മനുഷ്യനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നീ വന്നു പറഞ്ഞാലോ അയാൾ അതോടുകൂടി ചത്തുപോയി. അപ്പോൾ റാപ്പോ ബിൽഡപ്പ് വിത്ത് ദി ക്ലയന്റ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, റെസ്പെക്ട്, മ്യൂച്വൽ പർപ്പസ്. എന്തൊക്കെയാ? ബേസ്ഡ് ഓൺ trust, respect, mutual purpose. When there is good rapport, a positive psychological climate is created. Start നന്നായാൽ, beginning നന്നായാൽ പകുതി നന്നായി എന്നാണ് പറയുക. പകുതി നന്നായി എന്നാണ് പറയുക. അപ്പോൾ റാപ്പോ ബിൽഡപ്പ് ചെയ്ത് ക്ലീൻ ആയാൽ നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്താൽ അതോടുകൂടി നമ്മുടെ കൗൺസിലിംഗ് സുന്ദരമായി. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ ഇഫക്റ്റീവ് കൗൺസിലർ ക്ലയന്റ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തു. പിന്നെ സുന്ദരമായിട്ട് അവർ മുന്നോട്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്? എമ്പതി. എമ്പതി എന്ന് വെച്ചാൽ എന്താണ്? കൗൺസിലിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എമ്പതി. അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്താണ് എമ്പതി എന്നുള്ളത്? എന്താണ്? സിമ്പതിയാണ് എമ്പതി. നെവർ. അത് എപ്പോഴും എമ്പതി സിമ്പതിയും മിസ്പ്ലേസിങ്. എന്താണ് സിമ്പതി? എന്താണ് എമ്പതി? സഹാനുഭൂതി. എന്താണ്? മനസ്സിലാക്കി തന്നെ. ഇപ്പൊ സിമ്പതി എന്ന് പറഞ്ഞാല് ഇന്ന് പേപ്പറിൽ നോക്കിയപ്പം 3 വയസ്സുകാരായ കൊച്ചിനെ അമ്മ ആറ്റിലെറിഞ്ഞു കൊന്നു. ഒരു ന്യൂസ് കണ്ടു. അപ്പൊ നമ്മളെന്തോ പേപ്പർ ഇത് കൊണ്ട മോളെ നോക്കിയടി 3 വയസ്സായ തമ്മപ്പടം പോലെ കൊച്ച അതിനെങ്ങനെ അമ്മ ആറ്റിലെറിഞ്ഞു കൊന്നുകൂടി. അയ്യോ പാവം കൊച്ചു, ദൈവമേ എന്തോ മക്കളില്ലാത്ത പാരൻസ് ഉള്ളത് എന്ത് പറ്റി കൊടുക്കാൻ നശിക്കും. അതിന് ആഗ്രഹം നമുക്ക് തരാനില്ലേ? അതും കഴിഞ്ഞ് കരഞ്ഞ് തെളിവിച്ചപ്പോൾ കൂട്ടുമുറി വരെ എത്തും. കൂട്ടുമുറി കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ ഒക്കെ പോയി തീർന്നു പരിപാടി. മനസ്സിലായ? പരിപാടി തീർന്നു. ഇനി എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദിവസവും ഫോൺ വിളിച്ചിട്ട് ഇവിടെ ഒരു കൗൺസിലർ പറഞ്ഞു, സിസ്റ്ററെ ഒരു പെൺകൊച്ചുണ്ട് 26 വയസ്സായി. ആ കൊച്ചിൻ്റെ അമ്മ 6 കൊല്ലം മുമ്പ് മരിച്ചു. അച്ഛൻ വിട്ടിട്ട് പോയി, എവിടെയാണെന്ന് അറിയില്ല. അമ്മാമ്മയുടെ കൂടി കൊച്ചുണ്ടായിരുന്നു. അമ്മാമ്മ മരിച്ചു. ഈ കൊച്ചു അനാഥയാണ്. ചുറ്റുപാടുള്ള ആളുകൾക്ക് ശത്രുക്കളാണ്. ഈ കൊച്ചിനാരും ഒരു ഇടിഞ്ഞുകൊണ്ട് വീടാണ്, താമസയോഗ്യമല്ല. ഈ കൊച്ചിന് എന്ത് ചെയ്യും സിസ്റ്റർ? കൗൺസിലർ ചോദിക്കും. ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ദൈവമേ അയ്യോ പാവം കൊച്ച്. ഞാനൊന്ന് 26 വയസ്സിലേക്ക് പോയി. നമ്മളൊക്കെ എത്ര ഭാഗ്യപ്പെട്ട ആളുകളാണ്. ചുറ്റിനും ആളുകൾ, വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് എന്ത് സേഫാണ്. ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി. ഞാനൊരു നിമിഷം ആ കുഞ്ഞായിട്ട് മാറുകയാണ്. ഉടനെ നമ്മൾ നോ പ്രോബ്ലം സജി, നീ കൊണ്ടുവരെ നമുക്ക് നോക്കാം. ഞാനെടുത്തു ഞാനെടുത്തു. അങ്ങനെ ഞാൻ കോൺവെന്റിലേക്ക് വിളിച്ചോട് കൊടുത്തത് ഇങ്ങനെ ഒരാൾ വരും, ഒരു കൊച്ചിനെ കൊണ്ടുവരും, നമ്മൾ നിർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും വില്ലിങ്ങായി കൊച്ചിനെ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അയ്യോ സിസ്റ്റർ എനിക്ക് അമ്മാമ്മയുടെ ചീപ്പൊട്ടും കൂടി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതിന് എനിക്ക് പണയം വെച്ചിട്ടായിരുന്നു. ഈ പണയം വെച്ച സാധനം കൊടുക്കണമെങ്കിൽ 25,000 26,000 രൂപയാണ്. അല്ലെങ്കിൽ അത് പിള്ളേരും വിളിച്ചു പോകും, അത് നഷ്ടപ്പെടും. അത് 1 പവനോളത്തോളം സ്വർണ്ണമുണ്ട്. പക്ഷേ 25,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്വർണ്ണത്തിൻ്റെ വില 75,000. പക്ഷേ എനിക്ക് കൊടുക്കാൻ ആരുമില്ല. ഞാൻ പലരോടും ചോദിച്ചു സിസ്റ്റർ, എൻ്റെ കൗൺസിലറിനോട് എല്ലാവരോടും പറഞ്ഞു കാശായിട്ട് ആരെങ്കിലും എന്നെ സഹായിക്കുമോ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട്. നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ആരും ഒന്നും തന്നില്ല. ഇവിടെ കൊണ്ടുവന്നാക്കിയില്ല. അതന്നെ വലിയ കാര്യം. 6 കൊല്ലം മുമ്പ് ഞാൻ അമ്മയും കൂടെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ആരായിരുന്നേനെ ഞാൻ ആഗ്രഹിക്കുക. ഇതോടെ കടം ബാധ്യതയൊക്കെ വന്നു സിസ്റ്റർ. കൊച്ചു കരയാൻ തുടങ്ങി. ഞാൻ പിന്നോട് വരും മോളെ വിഷമിക്കേണ്ട. പിന്നെ എൻ്റെ രാത്രി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എൻ്റെ ചിന്ത എന്താണ്? 25,000 രൂപ എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക? അതിൻ്റെ ആ സ്വർണ്ണം കൊടുപ്പിക്കുന്നത് അതിനെ ആദ്യം അത് നോക്കല്ലേ. അതിൻ്റെ മുഖം തരില്ലേ? അതിങ്ങനെ അതുകൊണ്ട് കൊടുക്കും. ഈ വർഷമായിട്ട് വിഷമിച്ചു. പിന്നെ അത് സംഘടിപ്പിച്ച 25,000 കൊടുത്ത് അത് കൊണ്ടുപോയി സ്വർണ്ണം പിടിപ്പിച്ച് ആ 1 പവൻ കൊണ്ട് ഒരു മാലയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കഴുത്തിലിട്ടു. അപ്പോൾ നമുക്ക് വി ആർ വെരി ഹാപ്പി. 25,000 രൂപ അവർക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ജോലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് 10,000 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കടവ് കിട്ടാം, എന്തെങ്കിലും ചെയ്യാം. ഇനി അതിന് കല്യാണം കഴിക്കണം. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ? അത് കല്യാണം കഴിക്കാണ്ടിരിക്കണം. എന്താ വേണ്ട? ഈ കല്യാണം കഴിക്കണം സിസ്റ്റർ തീർച്ചയായിട്ടും. പക്ഷേ വെറുതെ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം. കഴിഞ്ഞ ദിവസം മുമ്പ് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നോമിനി വയ്ക്കാൻ ആരുമില്ലല്ലോ. എനിക്കറിയില്ല. ഞാൻ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു വിട്ടു. ഇവിടെ ആ ഓടി വന്നു സിസ്റ്റർ. ഞാൻ സിസ്റ്ററിനെ നോമിനി വെച്ചോട്ടെ, കാശൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. എന്നാലും ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് അക്കൗണ്ട് തുടങ്ങാം. ഞാൻ ആരും നോമിനി വയ്ക്കുക സിസ്റ്റർ വെക്കട്ടെ, എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പോഴേക്ക് കണ്ണു പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടാൻ നീ എൻ്റെ പേര് വെച്ചാൽ നോമിനി അല്ലായിരുന്നു. അല്ല ഞാൻ വെച്ചിട്ട് നിങ്ങൾക്കപ്പോൾ നീ നോമിനി വെച്ചോ, കുഴപ്പമില്ല, നോമിനി വെക്കി ജോലി കൂടെ ആക്കി കൊടുക്കണേ.
മോള് ജോബ് ചോദിച്ചു, സന്തോഷമായി കൂടിപ്പോയി. ഇന്നലെ ഞാൻ ചോദിച്ചു, മോളെ ഉറങ്ങിയ സുഖമായിട്ട്? പിന്നെ ഞാൻ ഉറങ്ങി, ഹാപ്പി, ഞാൻ വെരി ഹാപ്പി സിസ്റ്റർ, വെരി ഹാപ്പി. ഇനി ഞാൻ 100 സ്ഥലത്തേക്കും പോകുന്നില്ല. ഇനി തല്ലി കളഞ്ഞാലും കൊച്ച് പോകില്ല. ദിസ് ഇസ് വാട്ട് ടു കോൾ സിമ്പതി. അയ്യോ കൗൺസിലറോട് ഞാൻ പറയും, അയ്യോ പാവട്ട, ഇപ്പം എന്ത് ചെയ്യും മോനെ, നമ്മളിങ്ങനെ ഒരു കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള കാശ് എൻ്റെ നിന്നിൻ്റെ മോനെ, എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ, നീ പറയുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ, അയ്യോ പാവട്ട 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 കഴിഞ്ഞു. മനസ്സിലായ എമ്പതി സിമ്പതി തമ്മിലുള്ള വ്യത്യാസം? എമ്പതി മീൻസ് ഫീൽ വിത്ത് ദ ക്ലൈന്റ്. അവൻ്റെ ഷൂസിൽ ഇറങ്ങി നിന്ന് ഞാൻ അവനെ ഫീൽ ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് വി കോൾ പരാനുഭൂതി in മലയാളം. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. സിമ്പതി, എനിക്ക് സഹതാപമുണ്ട്. അയ്യോ നോക്ക് പറയാനുണ്ടല്ലേ ദൈവമേ അത് അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞു. മറ്റൊന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനൊരു സൊല്യൂഷൻ കാണുന്നവരെ. അപ്പോൾ അതാണ് എമ്പതി എന്ന് വിചാരിച്ച് കൗൺസിലർ തൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങളെല്ലാം തീർക്കാനുള്ള ആളാണോ? നെവർ, ഒരിക്കലും അല്ല. പക്ഷെ ഒരു എമ്പത്തറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനും അതിനുവേണ്ടി ചിലപ്പോൾ സജഷൻസ് വെക്കാനും ആ കൗൺസിലറിന് സാധിച്ചു വരും. That's what we call empathy. It is definitely not sympathizing with the client, and neither is it just a passive receptivity of the client's escape. Space നൽകി. ആ ബുക്കിലൊക്കെ receptivity of the client's escape. അത് ഇത്രയേ ഉള്ളൂ. ആ ക്ലൈൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ വേർഡ് മീനിങ് എനിക്കറിയില്ല, നോക്കണം. യു ഹാവ് ടു ചെക്ക്. ഇൻസ്പേസ്, ഇൻസ്കേപ്പ്, എസ്കേപ്പ് എന്ന് പറഞ്ഞ പോലെ ഇൻസ്കേപ്പ്. ആ ആളുടെ ആ ക്ലൈൻറ്റിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി അവളെ രക്ഷിക്കാനുള്ള ഒരു സംഗതി അതാണ്. അപ്പോൾ ബട്ട് സംതിങ് വി ഡു, അത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ആ ഫീൽഡിലേക്ക് ഇറങ്ങി അവളുടെ ഒപ്പം തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീനെ വിളിക്കുന്ന പേരാണ് എമ്പതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനോട് എനിക്ക് പരാനുഭൂതിയോടെ പെരുമാറാനുള്ള കഴിവ് ഉണ്ടാവണം. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എൻ്റെ ക്ലയൻറ്റിൻ്റെ ഷൂസിൽ ഇറങ്ങി നിന്ന് അവൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ഫീൽ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യാനും എനിക്ക് സാധിക്കണം. അവളുടെ അനുഭവത്തോട് താതാത്മ്യപ്പെടാൻ എനിക്ക് സാധിക്കണം. അതാണ് അതിൻ്റെ. ദ നെക്സ്റ്റ്, ട്രസ്റ്റ്. ഞാൻ പറയാൻ തന്നെ അറിയാലോ, വിശ്വാസയോഗ്യതയുള്ളയാളായിരിക്കണം, വിശ്വാസയോഗ്യയായിരിക്കണം. ലിസൺ. As a counselor, you have to listen as openly as possible. ആവുന്നത്ര ഓപ്പണായിട്ട് പരസ്പരം സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇതിൻ്റെ അടുത്തത് ജെനുവിൻനെസ്. ജെനുവിൻനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെനുവിനിറ്റി, ഹോണസ്റ്റായിട്ട് പെരുമാറാൻ. അതിൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും. വലിയ വലിയ പ്രസംഗം പറയും അപ്പൻ മക്കളോട്, പക്ഷെ അപ്പൻ അതൊന്നും പാലിക്കില്ല. നുണ പറയുന്നത് എല്ലാ നേരം പറയും പിള്ളേരോട്, പക്ഷെ അപ്പൻ വാ പൊളിച്ചാൽ അമ്മോട് നുണേ പറയുള്ളൂ. അത് മക്കളറിയുണ്ടാവും. അപ്പനൊന്നും പള്ളിയിൽ പോയിട്ടില്ല, അമ്മ ഒന്ന് ചോദിച്ചു ഒന്നും കുറാനുണ്ടാവും. പിന്നെ ഞാൻ അണക്കുറാനൊക്കെ വേണ്ട കുട്ടിക്കറിയാൻ പോയിട്ടില്ല. അപ്പനോട് വീട്ടിലിരിക്കുന്നത് കണ്ടാണോ കുട്ടി വന്നല്ലേ കരസം കഴിഞ്ഞപ്പോൾ. പക്ഷെ കല്ല് നുണ പറയും. അപ്പം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. റെഫേഴ്സ് ടു കൗൺസിലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതാണ് ജെനുവിനെസ് എന്ന് പറയുന്നത്. കൗൺസിലറുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മറ്റുള്ളവർക്ക് വിധിക്കാൻ പറ്റില്ല ചിലപ്പോൾ. നമുക്ക് തന്നെ അറിയുള്ളൂ നമ്മുടെ ജെനുവിനിറ്റി എന്താണ്. Then അടുത്തത്, it means that you as a counselor can respond to the client as a human being and not in terms of a therapist. ക്ലയൻറ്റിനോട് പെരുമാറുമ്പോൾ നമ്മൾ തെറപ്പിസ്റ്റിൻ്റെ സ്ഥാനത്ത് വലിയ ആളായിട്ട് പെരുമാറരുത്. നമ്മൾ ആ ഡിഗ്നിഫൈഡ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എൻ്റെ ക്ലയൻറ്റ്, അല്ലാണ്ട് അഗ്ലി പേഴ്സണൊന്നും അല്ല, കഴിവില്ലാത്ത ആളല്ല, എന്നെക്കാളും ചെറുതല്ല, എന്നെപ്പോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കണ്ടിട്ട് ആ വ്യക്തിയെ അംഗീകരിച്ച് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇനി ഹൗ ഡു യു ആസ് എ കൗൺസിലർ ഷോ ദാറ്റ് യു ആർ ജെനുവിൻ? നമ്മൾ നേരത്തെ പറഞ്ഞു ജെനുവിനിറ്റി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെ നമുക്ക് ഈ കൗൺസിലറിന് ജെനുവിനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും? അതിനെ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് ദാറ്റ് യുവർ വേർഡ്സ്, ആക്ഷൻസ്, ഫീലിങ്സ് ആർ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം ഇന്നൊരു തരം പറഞ്ഞു, നാളെ വേറൊരു തരം. പറയണ വാക്കല്ല പ്രവൃത്തി, പ്രവർത്തിക്കുന്നത് പോലെയല്ല സ്ഥിരത. അതാണ് ശരിയായ വാക്ക്, സ്ഥിരത. സ്ഥിരതയോടെയുള്ള സംസാരവും പ്രവൃത്തിയും പ്രവർത്തനവും ഉണ്ടായിരിക്കണം. സ്ഥിരത, കോൺഗ്രുവൻസ്.
ഇൻകോൺഗ്രുവൻസ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻകോൺഗ്രുവൻസ്. നമ്മുടെ അടുത്ത് വരുന്ന കൗൺസിലി എങ്ങനെയുള്ള ആളായിരിക്കും? ഇൻകോൺഗ്രുവൻസിയിലായിരിക്കും, അസ്ഥിരതയിൽ നിൽക്കുന്ന, ഇങ്ങനെ ഒരു ഡൈലമയിലുള്ള ആളായിരിക്കും, കോൺഫ്ലിക്റ്റിലായിരിക്കും. ആ ആൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കി കൊടുക്കാനാണ് കൗൺസിലിംഗ് വേണ്ടത്. അത് നമ്മൾ ചെയ്തു. അതാണ് കോൺഗ്രുവൻ്റ് ആകുക. കൗൺസിലർ കോൺഗ്രുവൻ്റ് ആണെങ്കിലാണ് ഇൻകോൺഗ്രുവൻസിൽ വരുന്ന കൗൺസിലിംഗ് കോൺഗ്രുവൻസി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് മീൻസ് റിയൽനെസ്. ഞാൻ എന്താണോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കമോൺ ആയിരിക്കുക, അല്ലാണ്ട് അഭിനയം കൊണ്ട്. പക്ഷെ മനുഷ്യരെല്ലാവരും അഭിനയിച്ചാണ് ജീവിക്കുന്നത്, ആണോ അല്ലയോ? നമ്മളെല്ലാവരും അഭിനയമാണ്. അഭിനയം വേണ്ടെന്ന് ഞാൻ പറ്റില്ല, അത് നാക്കാണ്, അത് മാന്യതയാണ്. ഞാൻ അഭിനയിച്ചത് ഞാൻ അഭിനയിക്കേണ്ടവർ. നമ്മുടെ അടുത്ത് വരുന്ന പണ്ടെങ്ങാണ്ടുകളെ കൗൺസിലിങ്ങിന് വന്ന ഒരാളാണ്. ഞാൻ വയ്യാണ്ട് കിടക്കുന്ന നേരത്തെ വന്ന് കാണാൻ വന്നു. അയ്യോ ഇയാൾ ഇതിനെ പോകുന്നത്, ഞാൻ വരാണ്ടിരിക്കും, ഇഷ്ടമൊന്നുമില്ല മനസ്സിൽ. പക്ഷെ എന്നാലും അയാൾ വന്നെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരു നല്ല ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് ആ വന്നോ, അത് തോന്നിയാലോ വയ്യാണ്ടിരിക്കാനേ. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല, ചാളാണെങ്കിൽ എനിക്ക് പോണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു നേരം നമ്മൾ ഒപ്പിക്കും, അത് പോയോ ഞാൻ പോകും. അപ്പൊ ചിലപ്പോ നമ്മള് നമ്മുടെ ജീവിതത്തില് ഭാര്യമാര് ഭർത്താവിന്റെ മുമ്പിൽ അഭിനയിക്കാറുണ്ടോ? ഇല്ലേ? നിങ്ങൾക്ക് ഭാര്യമാരല്ലേ, ഭർത്താക്കന്മാർ അഭിനയിക്കാറുണ്ടോ? ഇഷ്ടം പോലെ അല്ലേ? അഭിനയിക്കാണ്ട് എങ്ങനെ ജീവിക്കാനാ? മക്കള് മാതാപിതാക്കളുടെ മുമ്പിൽ അഭിനയിക്കും അല്ലേ? നമ്മളെല്ലാവരും അഭിനയിക്കും. കാരണം അത് കള്ളത്തരമല്ല, അത് ജീവിക്കാനുള്ള നേക്കാണ്. അതിനെയല്ല ഞാൻ പറഞ്ഞത്. സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് അതല്ല. ശരിക്കും സാഹചര്യത്തിനനുസരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് പെരുമാറുന്നതാണ്. എച്ച് വെച്ചാൽ മുളച്ചിരിക്കും. എച്ച് വെക്കാത്ത റിയൽനെസ്, റിയൽ ആയിട്ടുള്ള എൻ്റെ ഹാപ്പിനെസ്, റിയൽ ആയിട്ടുള്ള എൻ്റെ സങ്കടം. എനിക്ക് ദേഷ്യം വരണമെങ്കിൽ ഞാൻ എന്ത് പറയണം? ഒന്ന് ചാടി എഴുതിട്ട് എല്ലാവരും എഴുതിട്ട് ഒന്ന് മുന്തിരി കുറച്ച് മുന്തിരി നിറച്ച് കളഞ്ഞു കേൾക്കുക. ഒന്ന് കുറച്ചേ ഒരുമിച്ച് ഒന്ന് എക്സസൈസ് ചെയ്യും. നല്ല ബ്രെയിൻ എക്സസൈസ് ഒന്ന് കാണിച്ച് എല്ലാം ഞാനപ്പോഴും നല്ല നിവർത്തി പിടിക്കും, നിവർത്തി പിടിക്കും. ആ കാണിച്ച് ഒച്ചെടുക്ക ടെൻഷൻ ഒന്നുകൂടി പോസിറ്റീവ് എനർജി പോലെയാണ്. ഇവിടെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെയാണ്. ടേക്ക് ഡീപ് ബ്രെത്ത്, ദീർഘശ്വാസം. ഒന്നുകൂടി ഓക്കെ. അതെല്ലാവരും കൂടി ഒന്ന് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്നുകൂടി ശ്വാസം എടുത്തേ, ഒന്നുകൂടി ഓക്സിജൻ കേട്ട് ഇരിക്കും. രാത്രി ഒരു കോഴ്സിന് പോയി. വെരി ഗുഡ്. കോഴ്സ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ്. ഞാനപ്പോ ടയർഡായിട്ടാണ് ചെല്ലണം. ചെന്ന് അവിടെ ചെന്ന് ഇരിക്കുമ്പോ തന്നെ ഞാൻ കോട്ടായം തുടങ്ങി. അപ്പൊ ആദ്യം അടുത്തിരിക്കുന്ന ആളെ കോട്ടായം, പിന്നെ പഠിപ്പിക്കണം സാധനം. പുള്ളി പറഞ്ഞു നാളെ മുതൽ വരണ്ട. കാരണം പുള്ളി കൊണ്ടുപോയാലും അവിടെ ഞാൻ പിന്നെ നിർത്തി. ഇവിടെ ഞങ്ങൾ അങ്ങനെ നോക്കിക്കുന്നത്, ഒരാൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയിട്ട് നോക്കിക്കും. Okay, are you energetic? Good. Then, അപ്പോൾ spontaneous എന്താണെന്ന് മനസ്സിലായല്ലോ? This is the ability to express oneself and with a tactful honesty without having to screen your response through some social filter. Okay, next. Unconditional positive regard. ഇതൊരു പുതിയ വേർഡാണ്. കൗൺസിലിംഗുകാർ വളരെ കൃത്യമായിട്ട് അറിയേണ്ട ഒരു വേർഡാണ്. Unconditional positive regard. What is the meaning of it? എന്താണ് unconditional positive regard?
ഓരോ മനുഷ്യരും യുണീക്കാണ്. ആ യുണീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് കെയറിങ് വിതൗട്ട് കണ്ടീഷൻ. ഒരു കണ്ടീഷനും കൂടാതെ ആ വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുക. ഏറ്റെടുക്കണ്ട, അംഗീകരിക്കുക. റിയൽ ആയിട്ട് അംഗീകരിക്കുക. സാറല്ലേ പോട്ടെ, അയാൾ ഇത്തിരി ചൂടനാണ്, സാരല്ലെന്ന്, എന്നാലും വെള്ളത്തെ ഫ്രണ്ടാ, ചൂടനായത് എന്താ കുഴപ്പം? എനിക്ക് ഒരു സ്വഭാവമുണ്ട്, അയാൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. എൻ്റെ സ്വഭാവം അയാളെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അയാളുടെ സ്വഭാവം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. നെവർ മൈൻഡ്. അങ്ങനെ കാണാനുള്ള ഒരു കണ്ണ്. അപ്പോൾ ക്ലയന്റ് ആസ് എ പേഴ്സൺ വിത്ത് ഇൻഹെറന്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി. അതായത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റ് ഒരു ഇൻഹെറന്റ് പൊട്ടൻഷ്യൽ ഉണ്ട്, ജന്മനാ അതിന് കിട്ടിയിട്ട് ചില പ്രത്യേകത ഉണ്ട്. അതായിരിക്കാൻ അതിനെ അനുവദിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നാൽ എനിക്കൊരു സ്പേസ് ഉണ്ട്. ഇന്നലെ പോലീസുകാർ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ പോലീസുകാർ ആദ്യം ഫോൺ ചെയ്തു. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഒരു കേസിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനുവേണ്ടി ഇവിടെ വരെ വരുമൊന്നും വേണ്ട, എൻ്റെ ക്ലയൻസിൻ്റെ കാര്യമൊന്നും ഞാൻ ഓപ്പണായിട്ട് പറയില്ല. വെറുതെ ഇവിടെ വരെ യാത്ര ചെയ്ത് ഒല്ലൂരിന്ന് ഇവിടെ വരെ വന്നിട്ട് എന്ത് കാര്യത്തിന് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. കൗൺസിലിംഗ് ഞങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല, അവരുടെ അനുവാദം കൂടാതെ ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് ഇവിടെ വരെ കഷ്ടപ്പെട്ട് വരണ്ടാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കണ്ടു. ആയിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ സാറേ ഇന്നലെ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല, ഞാൻ പറയില്ലെന്ന്. സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന ക്ലയൻ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നെ ആ കുട്ടി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ, എന്നാൽ ആ കുട്ടി എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ വരുമ്പോൾ ബാക്കിയൊക്കെ പറയാം സിസ്റ്റർ, ഓക്കെ ഒന്ന് ഹാപ്പി വെൽക്കം. ഇവിടെ വന്ന് എന്നെ കണ്ടൊന്നും വേണ്ടി കുറിക്കുമ്പോൾ അത് ശരി, ഞാൻ ഫോണിൽ കണ്ടപ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റീനാകുമെന്ന് ഞാൻ ഫോണിൽ കണ്ടപ്പോൾ ഒന്നുമില്ലല്ലോ സിസ്റ്റർ, യു ആർ ഹാപ്പി, ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറി. ചിലപ്പോൾ ചിലർ ഞാൻ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറും. അതെന്താണെന്നറിയോ? ഒരുപാട് കരുണയുള്ളതല്ല. കരുണ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചത് പിന്നെ ഞാൻ അങ്ങ് പോകും. അപ്പം ഞാൻ ഭയങ്കര ഗൗരവത്തിലൊക്കെ പെരുമാറും. അത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയും. ചില മനുഷ്യർ അങ്ങനെയുണ്ട്. അപ്പോൾ അത് റിയൽനെസ് കാണിക്കാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പ്രൊഫഷന് അത് പറ്റില്ല. എല്ലാവരോടും നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ ഒത്തൻറ്റിസിറ്റി കൂടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ മറ്റൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ അൺകണ്ടീഷണൽ പേഴ്സണൽ റിഗാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ വന്ന വ്യക്തി ആരാണോ അതായിരിക്കാൻ അതിനെ അനുവദിക്കുക. അത് കരയണമെങ്കിൽ അത് കരയട്ടെ. അൺകണ്ടീഷൻ, ഒരു കണ്ടീഷൻ കൂടാതെ വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കണം. അടുത്ത warmth. It is the ability to communicate and demonstrate genuine caring and concern for clients. നല്ല വാർത്താണ്, ഊഷ്മളതയോടുകൂടി ആളുകളോട് പെരുമാറാൻ പറ്റും, ഇടപെടാൻ പറ്റും. അതൊരു വാർത്താണ്. അങ്ങനെയുള്ള ആളെ നമ്മൾ മറക്കുമോ? ഒരിക്കലും മറക്കില്ല. ഒരിക്കൽ കണ്ടിട്ടുള്ള ആ പ്രൊട്ടക്ഷൻ അത് മറക്കില്ല ശരിക്കും. അത് വാർത്താണ്. അത് ഒരു കൗൺസിലർ ഉണ്ടായിരിക്കാൻ പറ്റുമ്പോഴാണ്. സം സ്കിൽസ് ഫോർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഫോർ ദ കൗൺസിലിംഗ്. അപ്പോൾ നമുക്ക് നമ്മൾ റാപ്പോ ബിൽഡപ്പ് ചെയ്യുന്നത് പറഞ്ഞ് ഓർക്കുണ്ടോ? കൗൺസിലിങ്ങിൻ്റെ ഒരു ആദ്യത്തെ സെഷൻ ഓപ്പൺ സെഷനാണ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുന്നത്. അതിന് ചില ടിപ്സാണ് നമ്മളോട് പറയുന്നത്. എന്താണ്? ഒന്ന്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നീ നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഐ ആം ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ്, ആസ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്ര കൊല്ലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മോനോട് വന്നത് കൗൺസിലിങ്ങിനാണ്. ആരാണ് നിന്നെ റെഫർ ചെയ്തത്? എന്താണ് ഇതിൻ്റെ പ്രോബ്ലം? എന്നോടിയാണ് ഇങ്ങനെ വന്നത്? എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെയൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെൻറ്ററിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് എന്താണോ സംസാരിക്കാൻ ആഗ്രഹിച്ചാണ് വന്നത് അതൊന്ന് മനസ്സിലാക്കുക. സ്വയം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഇൻവൈറ്റ് ക്ലയൻറ്റ് ടു സിറ്റ് ഡൗൺ. നീ ഇവിടെ ഇരിക്കുക, സ്വസ്ഥമായിട്ട് അതിനെ ഇരുത്താൻ അനുവദിക്കുക. പിന്നെ എൻഷുർ ക്ലയൻറ്റ് ഈസ് കംഫർട്ടബിൾ. അതായത് അറിയൂ കംഫർട്ടബിൾ ഉണ്ടോ? ഇപ്പോൾ ഫാൻ വേണോ? അല്ലെങ്കിൽ ഫാൻ കൂട്ടണോ? തണുക്കണുണ്ടോ? ഇച്ചിരി വെള്ളം വേണോ? അതൊക്കെ നമ്മുടെ ആ ഓപ്പൺ സെഷനിൽ ചിലപ്പോൾ കിതയ്ക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് അറിഞ്ഞു എന്ന് വെക്കണം. അപ്പോൾ തന്നെ അതിനെ ആശ്വാസം ചെയ്യും. എന്നെ മനസ്സിലാക്കുന്ന ഒരു കൗൺസിലർ ആണല്ലോ. അഡ്രസ് ദ ക്ലയൻറ്റ് ബൈ നെയിം. ആളുടെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, രാജേഷ്. രാജേഷ് എന്ത് പറയുന്നു, സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ഭയങ്കര സന്തോഷമായി. ഇൻവൈറ്റ് സോഷ്യൽ കോൺവെർസേഷൻ ടു റെഡ്യൂസ് ആൻസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കാര്യമോ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായോ, നേരത്തെയാണോ വന്നത്, റിസൾട്ട് കിട്ടിയായിരുന്നോ, ബുദ്ധിമുട്ടിയോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധ. Then watch for non-verbal behavior as signs of client's emotional state.
അവരാദ്യം തന്നെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ അവനെ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗൺസിലിംഗ്. ചിലർ വന്നിരിക്കുമ്പോൾ ഇരിക്കണം ടവലെടുത്ത് തിരിക്കും, ചുമയ്ക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ഇടിക്കും, ചിലപ്പോൾ മണ്ണ് ചുടിക്കും. ഈ എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എത്രത്തോളം സ്ട്രെസ്ഡാണ് ഈ മനുഷ്യന്. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും വേണം. ഇന്ന് സ്കൂൾ വിട്ട് വന്ന കുഞ്ഞിൻ്റെ മുഖത്ത് വായിക്കും സാധാരണ പോലെയുള്ള കളിക്കുന്ന പോലെ കളിക്കുന്നില്ല, ചിരിക്കുന്ന പോലെ ചിരിക്കുന്നില്ല, വർത്താനം പറയുന്നില്ല. സോ അവരെ മനസ്സിലാവുന്ന കുഞ്ഞിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. മോനെ എന്നെ പറ്റിയത് സ്കൂളിൽ എന്തുണ്ടായി കൊണ്ട് മുഖൻ്റെ വാടിയിരിക്കണേ, ഇന്ന് ഏത് ടീച്ചറാണ് വന്നത്, ഏതൊക്കെ ക്ലാസ് ഉണ്ടായി. അപ്പോൾ ചിലപ്പോൾ കൊച്ചിൻ്റെ സ്ട്രെസ് അതിൽ കൂടെ പുറത്ത് വരും. അപ്പോൾ അവരുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കണം. ഇൻവൈറ്റ് ക്ലയൻറ്റ് ടു ഡിസ്ക്രൈബ് ഹിസ് ഓർ ഹെർ റീസൺ ഫോർ കമ്മിങ് ടു ടോക്ക്. allow client time to respond. ഈ നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് അപ്പം ഉത്തരം പറയാനായിട്ട് നമ്മൾ ഇങ്ങനെ കടുപിടുത്തം പിടിക്കരുത്. അതിന് ആവശ്യമുള്ള ടൈം കമോൺ കൊടുക്കണം. അവരുടെ സ്പേസ് അവർക്ക് അവൈലബിൾ ആക്കാം. ഇൻഡിക്കേറ്റ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പേഴ്സൺ. അവർ മനസ്സിലാവണം ഐ ആം ഇൻട്രസ്റ്റഡ്, അവർ കൗൺസിലർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കേസ്. അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കിട്ടിയോ? ഓക്കെ. കുറച്ചുപേര് എഴുതേണ്ടതാണ് ഞാൻ വിട്ടത്. ഒക്കെ പുസ്തകത്തിലുണ്ട്, എല്ലാം പുസ്തകം. നിങ്ങൾ പുസ്തകം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് പറ്റും. അതേ ഭാഷയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഭാഷയിലേക്ക് തർജ്ജമ പോലും ചെയ്തിട്ടില്ല, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. എനിക്കിതിൻ്റെ സൂപ്പർ നോട്ടിൽ പവർ പോയിന്റ് ഇരിപ്പുണ്ട്. ഞാനിത് തന്നെ എടുക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കും. അത് വേറൊരു സ്റ്റൈലിൽ പോയിരിക്കുന്ന പവർ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ ഇത്ര നേരം വിളിച്ചത്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? അസസ് ദ ക്ലയന്റ്. ക്ലയന്റിനെ അസസ് ചെയ്യുക. എങ്ങനെയാണ് ക്ലയന്റിനെ അസസ് ചെയ്യുക? നമുക്ക് അസസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അസസ്മെന്റ് നടത്താം. കൂടാതെ നമുക്ക് ചില ക്വസ്റ്റ്യനുകൾ കൊടുക്കാം, ചില ടിപ്പിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ക്ലയന്റിനെ നമുക്ക് അസസ് ചെയ്യാം. പ്രോബ്ലം പ്രസന്റഡ്. ഹൗ ഡസ് ദ പ്രോബ്ലം ഇന്റർഫിയർ വിത്ത് ദ ക്ലയന്റ്സ് ഡെയിലി ലൈഫ്? ഇവൻ പറയുന്ന പ്രോബ്ലം ഇവന്റെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരിക്കലും ബാധിക്കാത്തൊരു കാര്യം പറഞ്ഞ് ഗിൽറ്റ് ഫീലിംഗ് പറഞ്ഞു വരുന്നുണ്ടാവും. ഇപ്പം 7 വയസ്സിൽ ഒരു അബ്യൂസാണ്, 27 വയസ്സായിട്ട് വെള്ളം എന്നിട്ട് പറയാണ് 7 വയസ്സിൽ നിങ്ങൾ സാധനങ്ങൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്ന. അപ്പൊ നമ്മൾ കൗൺസിലർ നിനക്ക് 7 വയസ്സിൽ വെറുതെ അല്ല നീ ഇങ്ങനെ കൗൺസിലർ പറയാനുണ്ടെങ്കിലോ അതിന്റെ വന്ന കുറ്റബോധം കൂടുക കുറയോ ഇരട്ടിയായിട്ട് ഓടി ദൈവമേ കൗൺസിലറിന്റെ മോഹമുണ്ടോ ഞാൻ അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്റെ പൊന്നു മോനെ 7ാം ക്ലാസ്സിലെ കാര്യമല്ലേ, നിന്റെ അറിവില്ലാത്ത കാലത്ത് 7 വയസ്സിൽ നിനക്ക് സംഭവിച്ചത് അത് കുട്ടികളാ. അതിന് കാരണക്കാരൻ അയാളാണ്. ആ ആളോടൊന്നും ക്ഷമ കൊടുത്തേ. അയാളന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നാവില്ല. അയാൾക്ക് അറിയാൻ പാടാറുന്നില്ല. അയാളുടെ കൗമാര പ്രായത്തില് ഒരു പക്ഷെ നിന്നെ അതിനെ അബ്യൂസ് ചെയ്തു. അത് തന്നെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിനാ? അത് പോയി മോളെ, അത് ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. അതെ സിസ്റ്റർ ശരിയാണോ? ഈശ്വര ശിക്ഷിക്കില്ലേ? ഒരിക്കലുമില്ല മോളെ. അതോടുകൂടി അപ്പൊ ശരിക്കും നമ്മൾ ഈ ആളെ നമ്മൾ അസസ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ പ്രോബ്ലം ഡെയിലി ലൈഫിൽ എത്രത്തോളം ഈ കുട്ടീനെ അത് ബാധിക്കുന്നുണ്ട്, എന്നിട്ട് അവളെ ഫ്രീ ആക്കാൻ, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആക്കാൻ എങ്ങനെയാണോ ഒരു കൗൺസിലർ റെസ്പോണ്ട് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ വരണം. വാട്ട് ആർ ദ ബിഹേവിയേഴ്സ്, തോട്ട്സ്, ഫീലിംഗ്സ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോബ്ലം. ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള തോട്ട്സ്, ചിന്തകൾ, അനുഭവങ്ങൾ, സ്വഭാവങ്ങൾ. ഇവിടെ എഴുതിയോ? മലയാളത്തിൽ എഴുതുന്നവർ ഈ പറഞ്ഞതൊക്കെ പോലെ എഴുതിയാൽ മതിയിട്ട് ഒരു പേടി വേണ്ട. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ, ചിന്തകൾ, അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഹൗ ഓഫൺ ആൻഡ് ഹൗ ലോങ് ഡസ് ദ പ്രോബ്ലം എക്സിസ്റ്റ്? എത്ര കാലമായിട്ട് ഈ പ്രശ്നമുണ്ട്? ഇപ്പൊ എത്ര കണ്ട് സീക്വൻസിൽ ഇത് വരുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇഷ്യൂ എന്നാണ്. അടുത്തതോ, ഇസ് എ പാറ്റേൺ ഓഫ് ഇവന്റ്സ്. എക്സാമ്പിൾ, വെൻ, എപ്പോ, വിത്ത് ഹൂം, ഈസ് ഇറ്റ് പ്രെഡിക്റ്റബിൾ? നമുക്കൊന്നും കൂടി പറയാൻ പറ്റുമോ? അത് ആരുടെ കൂടിയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്നാണ്? അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്ലയൻറ്റിനെ നമ്മൾ വെർബലി ഒന്ന് അസസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ക്ലയൻറ്റ്സ് കറണ്ട് ലൈഫ് സ്റ്റൈൽ എടുക്കണം. ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ അങ്ങനെ എൻ്റെ പുസ്തകത്തിലുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ എഴുതിയേ വേണ്ട, നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഞാൻ എഴുതിയ പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പുസ്തകം നോക്കി പേജ് നമ്പർ പറഞ്ഞേ.
31. വായിച്ചേ. ഫാമിലി ഹിസ്റ്ററി എന്താണ്? ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്താണ്? ഫാദർ, മദർ. മനസ്സിലായി. ഇനി പേഴ്സണൽ ഹിസ്റ്ററി എന്താണ്? നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള വ്യക്തിയുടെ വേറെ റോൾസ്. ചിലപ്പോൾ എന്തെങ്കിലും മാറാരോഗം വന്നിട്ടുണ്ടോ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ, ഈ പേടി ഭയ സ്വഭാവം പിന്നെ മുമ്പിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു, അവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലയൻസ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂയുടെ സമയത്ത് ആളെ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ എഴുതണം. വളരെ ഡോൺ കെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതോ നല്ല ഡ്രസ്സപ്പ് ചെയ്താണ് വന്നിട്ടുള്ളത്, അതോ ഭയങ്കര ഡിപ്രസീവ് മൂഡായിരുന്നോ, എങ്ങനെയാണ് ആളുടെ അപ്പിയറൻസ്. ദെൻ സമ്മറി ആൻഡ് റെക്കമെൻഡേഷൻസ്. എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാം. അസസ്മെന്റ് ഈസ് ആൻ വായിച്ച് ഓൺഗോയിങ് പ്രോസസ്. അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഓൺഗോയിങ് പ്രോസസ് ഡ്യൂറിംഗ് കൗൺസിലിംഗ്. അസസ്മെന്റ് ഗിവ്സ് ആൻ ഐഡിയ ടു ദ കൗൺസിലർ ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം പറയുമ്പോൾ അവൻ ഷിവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയചകിതമാകുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ, എന്തോ ഒരു ഭയം ഇയാളെ അലട്ടുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ആ സെഷനിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ആൻഡ് ഹൗ ദ ക്ലയൻറ്റ് ഈസ് കോപ്പിംഗ് വിത്ത് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തോട് എത്ര കണ്ട് ഒരു കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര കണ്ട് പറ്റുന്നില്ല. ദെൻ തേർഡ് സ്റ്റേജ് എന്താണ്? തേർഡ് സ്റ്റേജ് ആക്ഷൻ ഓൺ ഗോഡ്സ് സെൻഡ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ക്ലയൻറ്റ് ഐഡന്റിഫൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗൺസിലർ സ്പെസിഫിക് വേസ് ഇൻ വിച്ച് ദേ വാണ്ട് റിസോൾവ്. അവൻ്റെ ഡിസൈഡ് ഡിറക്ഷനിൽ അവൻ്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും ആ ഒരു ലൈനിലേക്ക് വരാനായിട്ട് അവൻ എടുക്കുന്ന റെസൊല്യൂഷൻസ് എന്താണ്? When goals are stated clearly, both the counselor and client have a better understanding. അത് നമ്മൾ രണ്ടുകൂട്ടും കൂടി പറയുമ്പോൾ നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കണം? കൗൺസിലറിന് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം തീരാണ്. ഓക്കെ. ദെൻ ഇന്റർവെൻഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഇന്റർവെൻഷൻ? ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ അവൻ്റെ പ്രോബ്ലം ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ നടത്തേണ്ടത്. ചിലപ്പോൾ ഒരു റിലാക്സേഷൻ ടെക്നിക്ക് ആവും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഉറങ്ങിയപ്പോഴേക്കും ഞാൻ ഇത്ര ഇന്റർവെൻഷൻ, അതൊരു ഇന്റർവെൻഷനാണ്. പരിചയപ്പെടാനുള്ള ഒരു ഇന്റർവെൻഷൻ നടത്തി. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കണം. ഇതുപോലെ നമ്മുടെ ക്ലയൻറ്റിനെ ഇന്റർവ്യൂ ചെയ്യണം. ഞാനത് പറഞ്ഞു കടന്ന് വിളിച്ചിരിക്കുമ്പോൾ മോളെ എനിക്ക് ഏറ്റവും ഭക്ഷണം പെട്ടെന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ, ആ ദുഃഖകരമായ അനുഭവത്തിൽ നിന്ന് ആളെ പെട്ടെന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഭർത്താവ് മരിച്ചതിനെ കുറിച്ച് ദുഃഖത്തിൽ ഷെയർ ചെയ്യുന്ന ഒരാൾ, ചേട്ടൻ്റെ നിനക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം പറഞ്ഞേ. അവർക്ക് ചിലപ്പോൾ ചിരിച്ച് കളിച്ച് ചേട്ടൻ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തു, അത് അങ്ങനെ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി മേടിച്ചോണ്ട് വരാറുണ്ട് ചേട്ടൻ, ചില കാര്യങ്ങളായിരിക്കാം. അപ്പം അങ്ങനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഘനീഭവിച്ച് കിടക്കുന്ന ദുഃഖത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ക്ലയൻറ്റിനൊരു റിലീഫ് കിട്ടും. ഓക്കെ. അപ്പം ഇല്ലേ പിന്നീട് കാണുമല്ലോ ഇന്റർവെൻഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇല്ല പേജ് സ്റ്റേജിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് സ്റ്റേജാണ് ആക്ഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റർവെൻഷൻ ഉണ്ടാവും. ഇന്റർവെൻഷനിലായിട്ടിരിക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തെറപ്പിയാണോ ചെയ്യേണ്ടത്, റിലാക്സേഷൻ ടെക്നിക്കാണോ, പ്രയർ തെറപ്പിയാണോ ചെയ്യേണ്ടത്, അതൊക്കെ ഇന്റർവെൻഷനായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ദെൻ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. തേർഡ് സ്റ്റേജ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വായിക്കുമ്പോൾ എവിടെയെങ്കിലും കാണുന്നത് മനസ്സിലായോ? ഞാനതൊന്ന് ആ പോയിന്റ് ചെയ്ത് എടുത്തുന്നുള്ളൂ. നമുക്ക് എവിടെ വായിച്ചു അറിയില്ല. സെൽഫ് എസ്റ്റീം ഇതൊക്കെ അതിലുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ തന്നെ എഴുതി വെച്ചു. ഇന്റർവെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ വിട്ടിട്ടുണ്ടെങ്കിൽ. ദെൻ കൗൺസിലിംഗ് ഇന്റർവ്യൂ. എന്തോ ഓക്കെ. ഇനി പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ നിസ്സാര കാര്യങ്ങളല്ല. വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൗൺസിലിംഗ് റിലേഷൻഷിപ്പ്.
Intervention and problem solving. 2.17 solving problem transplant areas. നമ്മൾ പിന്നീട് പറയുന്നത് റെസിസ്റ്റൻസും ട്രാൻസ്ഫറൻസും പ്രോബ്ലം ട്രാൻസ്ഫറൻസും വേറെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ കേട്ടോ. ഇന്റർവെൻഷൻ പ്രോബ്ലം. ഇനി പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്താണ്? വൺ വേ ടു കൺസെപ്ച്വലൈസ് ഇന്റർവെൻഷൻ ഈസ് വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് പ്രോബ്ലം സോൾവിംഗ്. നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ കൗൺസിലറുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി that counselors should attend to each client how to use problem solving skills in their daily lives their daily lives in order to enable clients to learn skills that could contribute their personal autonomy. അവരുടെ വ്യക്തിപരമായിട്ടുള്ള തനത് തീരുമാനത്തിൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ കൗൺസിലറും ക്ലയൻറ്റും കൂടി ഉണ്ടാക്കിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മളുണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ നീ ഇങ്ങനെ നിനക്ക് എല്ലാം നല്ല കാര്യം വലിയ വിജയം വേണമെന്ന് പറയുന്നു, പക്ഷെ രാവിലെ നീ 10 മണിയാകുമ്പോൾ എഴുതുന്നുള്ളൂ. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലത്തെ നിനക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? എനിക്ക് നല്ല അച്ഛനാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൂക്കറ്റം കുടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ കുടി നിനക്കൊരു പ്രോബ്ലമാണെന്ന് നീ പറയണേ. നിന്റെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിയാണ്. അത് മാറാനായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവൻ പറയും, അത് ശരിയാ സിസ്റ്റർ, ഞാൻ കൂട്ടുകാരുടെ കൂടെ കുടുംബം കുടിക്കണേ. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം? വൈകുന്നേരം ജോലി കഴിഞ്ഞ് കാശ് കൊണ്ട് വരുന്ന നേരത്ത് കൂട്ടുകാരെ കാണാതിരിക്കുക. ആ നേരത്തെ കള്ളു ഷാപ്പിൽ പോയി കൂട്ടുകാരെ നോക്കണ്ട. വീട്ടിൽ വന്ന് കുളിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് പോലെ അപ്പോൾ കാശ് വീട്ടിൽ കൊടുത്തു. പോകാനുള്ള സമയത്ത് വീട്ടിൽ വന്നു. അപ്പം ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി അങ്ങനെ തന്നെ മാറുകയാണ്. ആ മാറിയ ഒരു സ്ട്രാറ്റജിയിലേക്ക് ആളെ ആകർഷിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അത് പ്രോബ്ലംസ് അവരുടെ പ്രോബ്ലം എന്താണോ അതനുസരിച്ച് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ അടുത്തത് ബിഹേവിയറലി ഓറിയൻറ്റഡ് അപ്രോച്ച്. സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്രോച്ച് നമ്മൾ എടുക്കണം. ദാറ്റ് ഇൻവോൾവ്സ് ഡിസ്ക്രൈബിംഗ് എ പെർട്ടിക്കുലർ പ്രോബ്ലം ഇൻ ബിഹേവിയറൽ ടേംസ്, ഐഡന്റിഫൈങ് പോസിബിൾ സൊല്യൂഷൻസ് associated with the problem, decide on a course of action related to the various alternatives. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി പറയാണ് എനിക്ക് മെഡിസിൻ പോകണമെന്നാണ് ഇഷ്ടം. കമോൺ പറഞ്ഞേ, മെഡിസിൻ പോകണമെന്നാണ് ഇഷ്ടം. അപ്പോൾ മെഡിസിൻ ഞാൻ അഡ്മിഷൻ എൻട്രൻസ് ഒരു കൊല്ലം +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് പഠിച്ചു. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി, എനിക്കത് കിട്ടിയില്ല. അങ്ങനെ കുട്ടിക്ക് ആ ഡിപ്രഷൻ നിരാശയായി. കുട്ടിക്ക് മെഡിസിൻ കിട്ടിയേ പറ്റും. കൊച്ചു കൗൺസിലിങ്ങിന് വന്നേക്കാം. എന്ത് ചെയ്യണം? പാരൻസ് പറയുന്നു കുട്ടി ഇനി മെഡിസിൻ നോക്കണ്ട, നീ കോളേജ് പോകും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നീ വേണമെങ്കിൽ എഴുതിക്കോ. അപ്പോൾ കുട്ടി പറയണം എനിക്ക് ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് മെഡിസിൻ. അപ്പോൾ കൗൺസിലറിൻ്റെ അടുത്ത് വന്നു, ഇതാണ് അവൻ്റെ ഇഷ്യൂ, എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് പറയാം. എന്താണ് ഓൾട്ടർനേറ്റീവ്സ്? പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. നിന്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആദ്യത്തെ മിഷൻ എന്താണ്? അപ്പോൾ പറഞ്ഞു മെഡിസിൻ. ഓക്കെ, പ്ലാൻ എ ടു ബിക്കം എ ഡോക്ടർ. പ്ലാൻ ബി ടു ബിക്കം എ ബിസിനസ്മാൻ. അപ്പം ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്മാൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ബിസിനസ്സും ഇഷ്ടം, ഡോക്ടറും ഇഷ്ടം. ഏതാ കൂടുതൽ ഇഷ്ടം? ഡോക്ടർ എന്നാണ് അവൻ പറയണേ. പക്ഷെ സ്കില്ല് മുഴുവൻ കിടക്കുന്നത് എവിടെയാ? റിസോഴ്സ് കിടക്കുന്നത് എവിടെയാ? ബിസിനസ്സിലാണ്. കാരണം അവൻ്റെ അപ്പന് പാരമ്പര്യമായിട്ട് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് കൊണ്ടുനടക്കാൻ ആരുമില്ല, ഇവൻ ഒറ്റ മോനാണ്. റിസോഴ്സസ് കിടക്കുന്നത് എവിടെയാണ്? പക്ഷെ ഇവൻ പറയണത് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, 10ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ട്? എനിക്കധികം മാർക്കൊന്നുമില്ല, 400 മാർക്കേ ഉള്ളൂ. 600-ൽ എനിക്ക് മാർക്ക് 400. 400 എന്ന് പറഞ്ഞാൽ കൂടുതലാണോ കുറവാണോ? ഒരു ഡോക്ടർ ആകാനുള്ള മാർക്കുണ്ടോ? ഇല്ല. അപ്പോൾ മോനെ നിനക്ക് 400 മാർക്ക് പഠിച്ചിട്ട് ഡോക്ടർ ആവാൻ പറ്റുമോ? 400 കിട്ടിയത് എങ്ങനെയാണ്? വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് 400 കിട്ടിയത്. വളരെയധികം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് 400 കിട്ടിയത്. അപ്പോൾ ആ 400 കൊണ്ട് നീ ഡോക്ടർ ആവാൻ നോക്കി എങ്ങനെയാണ്? അപ്പോൾ നീ ബിസിനസ്മാൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? MBA പഠിക്കണം. അത് എനിക്ക് ഇഷ്ടമാണോ? ആ സിസ്റ്റർ എനിക്ക് MBA എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ കുറച്ചും കൂടി മിടുക്കരാം. ആ വിഷയം പഠിക്കാൻ ഞാൻ മിടുക്കരാം. സയൻസിൽ എനിക്ക് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ്റെ വെറുതെ സ്റ്റെസ്കോപ്പും കൊണ്ട് ഡോക്ടർമാർ നടക്കുന്ന ആളുകളുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു കപ്പാസിറ്റി സയൻസിലല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്ലാൻ എ അത് നമുക്ക് പറ്റണം നിർബന്ധമില്ല. സോ നീ ട്രൈ ചെയ്തു, ഒരു കൊല്ലം പഠിച്ചു, നിനക്ക് കിട്ടിയില്ല, നമ്മളത് പോയി. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? MBA. മൂന്നാമത്തെ കാര്യം എന്താണ്? ടീച്ചറാണ്. ടീച്ചർ എനിക്ക് വലിയ താല്പര്യം. പിന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടാൻ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റിക്ക് ഓൺ ചെയ്യണം അവനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണം. ഇവിടെ ഒരു ബിസിനസ്സുകാരാകാൻ വലിയ ടെൻഷനൊന്നുമില്ല. അപ്പൻ ഫിനാൻസ് എടുക്കുന്ന ആളാണ്, ബിസിനസ് എല്ലാം സെറ്റാണ്.
ഇനി നമ്മൾ MBA ഒന്ന് പഠിച്ച് നല്ല മിടുക്കനായി അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് മാത്രം മതി. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ ഇല്ലാതെ അവൻ്റെ ഒരു അപ്രോച്ച് ബിഹേവിയറിൽ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുഞ്ഞിനെ കമോൺ നയിക്കാം. അങ്ങനെ വേരിയസ് ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ കൊച്ചിനെ സഹായിക്കാം. കൊച്ചിൻ്റെ തീരുമാനമെടുക്കും. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ടെർമിനേഷൻ ആൻഡ് ഫോളോ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻ, ഒരു ക്ലയൻറ്റും കൗൺസിലറും തമ്മിൽ റിലേഷൻ ആരംഭിച്ചു, നിർബന്ധമായിട്ടും ആ റിലേഷൻ ടെർമിനേറ്റ് ചെയ്യണം. അത് പിന്നെ കൊണ്ടുപോകാൻ പാടില്ല. അവരെയും ഇപ്പോൾ എല്ലാപ്പോഴും നമ്മുടെ ദിവസത്തിൽ കഴിഞ്ഞ് പോയി 5-6 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കാണാൻ വന്നു, ഇറ്റ്സ് ഓക്കെ, കണ്ടു. അല്ലാതെ നമ്മൾ വീട്ടിൽ അവരെ വിളിച്ച് അയ്യോ നീ എങ്ങനെയായി നീ എന്തായി എന്ന് പറഞ്ഞ് വിളിച്ച് അവരെ ശല്യപ്പെടുത്തുന്ന കാര്യമുണ്ടോ? ഇല്ല. അത് എപ്പോഴും മാനിപ്പുലേറ്റിംഗ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ ഒരു പ്രത്യേക ഇൻറ്റൻഷന് വേണ്ടി നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ അവർ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ വന്നില്ല, ഇറ്റ്സ് ഓക്കെ, നമ്മളതിൻ്റെ പിന്നെ കിടക്കാൻ കാര്യമില്ല. ടെർമിനേറ്റ് ചെയ്യണം ആ റിലേഷൻ. നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. The counselor believes the problem has been solved, he may raise the issue directly, or if the client is sure to have recovered, he may bring up the idea. If the counselor agrees, termination proceeds. Medium ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കരുത്. When counselor manages termination successfully, the counselor maximizes counseling outcome as well as maintain new learning in later life situation. പിന്നെ ആൾ പുതിയ ലൈഫിലേക്ക് പോയി ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വന്നാൽ സ്വീകരിക്കണ്ടെന്ന് ഞാൻ പറയില്ല. ആ ടെർമിനേറ്റ് ചെയ്യണം, ആ ന്യൂ സ്റ്റൈല് അയാൾ പഠിക്കണം. പിന്നെ ഫോളോ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ ഫോളോ അപ്പ് കൊടുക്കുന്നത്. നമ്മൾ പ്രിപ്പറാന്ന് വിളിച്ച് പിന്നാലെ അടുത്ത് ഫോളോ അപ്പ് കൊടുക്കേണ്ട കാര്യം ഇല്ല. Then counseling interview. Counseling interview, fourth stage. Counseling interview, fourth stage. First, the counselor should establish, rapport with and create a helpful. നമ്മൾ പറയണേ ഇതിലും കേട്ടോ. Second, he should thoroughly assess the crisis problem more deeply into client's feeling. Assess ചെയ്യാൻ നേരത്തെ പഠിച്ചില്ലേ? സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Finally, the counselor should come to some decision and offer potential solutions. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ ഫോർത്ത് സ്റ്റേജിൽ അതെല്ലാം ഒന്നുകൂടി നമ്മൾ പറയുന്നത്. A conductive interview climate must allow for trust, openness, rapport between client and counselor. Okay. ഇനി അടുത്ത കൗൺസിലിംഗ് സ്കിൽസ്. What are the skills? കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെ? ഇപ്പോൾ നമ്മൾ ഓരോ പണിക്കും ഒരു സ്കില്ല് വേണ്ടേ? ഒരു ഇലക്ട്രീഷ്യൻ്റെ പണിക്ക് എന്ത് സ്കില്ലൊക്കെ വേണ്ടേ കവിത? ഒബ്സർവ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, അവിടുത്തെ ആ പ്രത്യേക സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. ക്ലയന്റിന്റെ ആവശ്യം മനസ്സിലാക്കണം. ക്ലയന്റിന്റെ ആവശ്യം അവിടുത്തെ ഇലക്ട്രിക് ഡ്രോ അനുസരിച്ച് പറ്റില്ലെങ്കിൽ നമ്മളത് പറ്റില്ല തന്നെ പറയണം, അല്ലേ? പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പറയണം പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇന്നതും കൂടി ചെയ്താൽ അത് പറ്റിക്കാം എന്ന് പറയണം. അപ്പം നമ്മൾ അതിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലറിന് ഒരു ചില സ്കിൽസ് ഉണ്ടായിരിക്കണം. അതില്ലാത്തത് ഈ പണിക്ക് എന്തൊക്കെയാണ്? യൂസ് പ്ലെയിൻ ആൻഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷയിൽ വേണമെങ്കിൽ എനിക്ക് ഈ ക്ലാസ് എടുക്കാം. എൻ്റെ PhDയുടെ സ്റ്റഡിയെ വെച്ച് വേണമെങ്കിൽ ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഇത് എഴുതി പറയുകയൊക്കെ ചെയ്താലോ ആർക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ ബോർഡിങ്ങും ചെയ്യും, നിങ്ങളുടെ വഴിക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലെയിൻ ആൻഡ് സിമ്പിൾ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കണം. യൂസ് കംപ്ലീറ്റ് സിമ്പിൾ സെൻറ്റൻസസ്. എപ്പോഴും കൊച്ചു സെൻറ്റൻസസ് ഉപയോഗിച്ച് അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒന്നും എഴുതണ്ട. സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞോ അറിയാം. കാണാപ്പാടം പഠിച്ച് കുറേ ഇംഗ്ലീഷ് വേർഡ് എഴുതേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ് നമ്മൾ എഴുതിയാൽ മതി. കാരണം ഒന്നും നിങ്ങൾ എഴുതണ്ട. ദെൻ ഡു നോട്ട് സ്പീക്ക് ടു ഫാസ്റ്റ്. ഈ രോഗം എൻ്റെ ഒരു രോഗമാണ്. എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കണം. എൻ്റെ വേറെ എല്ലാവരും എൻ്റെ ഒപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നേരം കഴിയുമ്പോൾ മനസ്സിലായി ഞാൻ ആരോടാണ് പറയണത്. ഇതിന് തലവറ എഴുതുന്ന ആളുകളോടാണ് പറയണത്. ചിലപ്പോൾ എല്ലാ അറിയുന്ന ആളുകളോട് PG കുട്ടികളോട് പഠിപ്പിച്ചാൽ ചിലപ്പോൾ ഒന്നും കയറില്ല. അതുകൊണ്ടാണ് തമാശയൊക്കെ പറഞ്ഞ് അനുഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ലഘൂകരിക്കാൻ തുടങ്ങി. അപ്പം
ക്ലയന്റിനോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഈ ഫീൽഡിൽ കിടക്കുന്ന ആളാണ്, നമ്മൾ ഇങ്ങനത്തെ എത്ര പ്രോബ്ലം കണ്ടേക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിവർ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മൾ എടുത്തിയാടി അധികം വർത്തമാനം പറയിപ്പിക്കാണ്ടിരിക്കാൻ കട്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് കട്ടിങ് ആവശ്യമാണ്. കാരണം കണ്ടമാനം കഥ പറയൂലേ, നമുക്ക് ആകെ ഒരു 3/4 മണിക്കൂറേ സ്പാൻ ഓഫ് അറ്റൻഷൻ ഉള്ളൂ. അതിനുള്ളവരുടെ പ്രശ്നം തീർക്കണം. തീർക്കല്ല, ആദ്യത്തെ സെഷൻ കഴിക്കണം. തീരുമൊന്നുമില്ല, ആദ്യത്തെ സെഷൻ കഴിക്കണം. അപ്പം നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യും. അതിലിപ്പോൾ സിസ്റ്റർ ഞാനെൻ്റെ ഭർത്താവിനൊരു ശരിയില്ല സിസ്റ്റർ, അയാളൊന്നും സത്യം പറയുന്നത് സിസ്റ്റർ, ഒരു ദിവസം ഉണ്ടല്ലോ കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ അവിടെ പോകണമെങ്കിൽ അമ്മായിയുടെ മോളെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറാൻ വെച്ചു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇവരെവിടെ കയറിയാലും നമുക്ക് തന്നെ പ്രോബ്ലം. കല്യാണത്തിന് പോയിട്ട് എന്തിൻ്റെ അല്ല സിസ്റ്റർ, ഇയാൾ പറഞ്ഞു ഇയാൾ പൊക്കോളാന്ന്, നീ ഇപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ നമ്മുടെ കല്യാണത്തിന് പോയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ അയാൾ കല്യാണത്തിന് പോയി കണ്ടു. അത് കാണാൻ തന്നെ എൻ്റെ അമ്മായിയുടെ മോൾ അവിടെ നിന്നു. അമ്മായിയുടെ മോൾ അവരുടെ വീട്ടിൽ 2 മക്കളാണ്. അവരിങ്ങനെ വർത്താനം പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരുടെ മോളാണ് ഇവരുടെ കല്യാണം. അങ്ങനെ അവർ പോയതാണ്. അവർ പോയപ്പോൾ വണ്ടി കിട്ടില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നിന്റെ ഭർത്താവ് കല്യാണത്തിന് പോയി വിട്ടു, അതല്ലേ വിഷയം. അതിൻ്റെ ഇടയിലുള്ള ഒരു കഥയും നമുക്ക് നിന്റെ പ്രശ്നത്തില്ല. ഭർത്താവ് പോയി പക്ഷെ എന്നോട് പറഞ്ഞു പോയിട്ടില്ല, അത്രയുള്ള പ്രശ്നം. നിന്റെ ഭർത്താവ് പോയിട്ടില്ല, പറഞ്ഞത് പോയിട്ടില്ല എന്ന് ശ്രദ്ധിച്ചു, പക്ഷെ അവൻ പോയി. അതാരാണ് പറഞ്ഞു? അതെന്റെ കൂട്ടുകാരി കണ്ടു അവിടെ വെച്ച്. ശരി എന്നാ ഭർത്താവ് എന്തുകൊണ്ട് മോനെ, എന്തുണ്ട് വിശേഷം, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ വായിട്ട് പറഞ്ഞു, ഞാൻ നുണ പറയുന്ന ഉദാഹരണം. ഞാൻ എന്താ നുണ പറഞ്ഞു? ഞാൻ കല്യാണത്തിന് പോയിട്ടായിരുന്നു. അല്ല പോയിട്ടില്ലായിരുന്നു, ഞാൻ പോയിട്ടില്ല സിസ്റ്റർ കല്യാണത്തിന്. പോയിട്ട് ഇതാണ് നോക്കണം. നീ കല്യാണത്തിന് പോയി? ഞാൻ പോയില്ലേ? സത്യം പറ, നീ പോയി? അല്ല ഞാൻ അങ്ങനെയല്ല. അത് ഞാൻ എനിക്കൊരു രാഷ്ട്രീയക്കാരൻ എനിക്കൊരു പരിപാടിക്ക് പോകണമായിരുന്നു, ഒരു മീറ്റിങ്ങിന്. അപ്പൊ മീറ്റിങ്ങിന് പോയപ്പോൾ അയാളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അയാളുടെ വണ്ടിക്കാണ് ഞാൻ പോയത്. വണ്ടിക്ക് പോയി വണ്ടിക്ക് പോയി എന്നുള്ളതല്ല, നീ അവിടെ പോയോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതിനാണ് നമ്മളൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. പോയോ ഇല്ല? ആ പ്രദേശത്ത് ഈ കാര്യം കുത്തിയല്ലോ, അത് കുത്തി. ഇത്രയുള്ള കാര്യം. പോവാനുണ്ടായ കാരണം കല്യാണത്തിനായിട്ട് പോയതല്ലാതാണ് അവൻ പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവില്ല? ഞാൻ കല്യാണത്തിനായിട്ട് പോയതല്ല സിസ്റ്റർ, സത്യമായിട്ടല്ല. എൻ്റെ കൂട്ടുകാരൻ പോണ വഴിക്ക് അവിടെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ അവിടെ വണ്ടി വന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ കല്യാണത്തിന് പോയത്. ആ സിസ്റ്റർ ഇത് ഇവളോടൊന്ന് പറയാനായിട്ടുള്ളൊരു സ്പേസ് തരണ്ടേ? എന്ത് സിമ്പിൾ കാര്യമാണ് നോക്ക്. ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ചില കേസുകൾ ഇതൊരു ഉണ്ടായ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ സിമ്പിൾ വേർഡ്സ് ഉപയോഗിക്കുക. യൂസ് കംപ്ലീറ്റ് സിമ്പിൾ സെന്റൻസസ്. ഡു നോട്ട് സ്പീക്ക് ഫാസ്റ്റ്. മേക്ക് പോസസ്. ചിലപ്പോഴെങ്കിലും ഒരു പോസ് ഉണ്ടാകും. കാരണം അവൻ പറയണത് നമുക്ക് പൂർത്തിയാക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാടിക്കയറി തുള്ളണ്ട. എന്നിട്ട് എന്തുണ്ടായി, നീ ഒന്നും മിണ്ടാണ്ടില്ലേ, അവൻ പറയണത് കേക്ക്. സിസ്റ്റർ ഞാൻ കല്യാണത്തിന് പോയതല്ല. പിന്നെ എന്തിനു പോയതാണ് കൂട്ടാ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ പോയപ്പോൾ ഒരു വണ്ടിയുടെ പിന്നിൽ ഇരുന്ന് പോകാൻ വിചാരിച്ചു സാറുള്ളത് കരുതി. അപ്പം അവൻ അവിടെ കയറേണ്ടി വന്നു. അപ്പം എന്നോട് വാടാ നമുക്ക് ഇവിടെ എന്താ അത് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി. ഞാൻ ചായ കുടിച്ചില്ല, കാപ്പി കുടിച്ചില്ല, ചോറുണ്ടല്ലോ, ഒന്നും കണ്ടില്ല, ആരും കണ്ടില്ല സിസ്റ്റർ. ഇവിടെ പറയുന്നത് ഇവിടെ കൂട്ടുകാരി കണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല, കല്യാണം പോയിട്ടില്ല. രണ്ടാളും പറഞ്ഞാൽ ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളൊരു പോസ് ഇടണം. അപ്പൊ ചിലപ്പോൾ ഒരു ക്ലയന്റ് ആ കൗൺസിലറും അവരുടെ കൂടെയാവും. നീ പോയാലത് എന്തെങ്കിലും കൗൺസിലർ പറഞ്ഞാൽ അങ്ങനെയാണ് പോസിലർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇനിയോ മേജർ പോയിന്റ്സ് ഷുഡ് ബി ഇൻ എ ലോജിക്കൽ മാനർ. ഒരു ലോജിക്ക് അതിലുണ്ട്. ഇവൻ പറഞ്ഞൊരു ലോജിക്ക് ഉണ്ട് അല്ലേ? ഞാൻ പോകാൻ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടി പോയി, ഞാൻ വണ്ടിയുടെ പിന്നാലെ കയറിപ്പോയി. അയാൾ അവിടെ ഇറങ്ങണമായിരുന്നു, അതുകൊണ്ട് ഞാനവിടെ. ഞാൻ കല്യാണത്തിന് പോകില്ല എന്നുള്ളോട് പോയപ്പോൾ പറഞ്ഞത് പോകില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ, അല്ലാണ്ട് ഇവിടെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അവൻ്റെ വണ്ടിയുടെ പിന്നിൽ പോയതുകൊണ്ട് അവൻ അവിടെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഇറങ്ങി. അതിന് ലോജിക്കൽ സീക്വൻസ് ഉണ്ട്. അത് വി ഹാവ് ടു അക്സെപ്റ്റ്. ആൻഡ് നമ്മുടെ ക്ലയൻറ്റിനെ നമ്മൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. നമ്മൾ പറയുന്ന കാര്യത്തിൽ ലോജിക്കൽ കാര്യങ്ങളാണ്. സപ്പോർട്ട് ഐഡിയാസ് നോട്ട് ഓൺലി വിത്ത് വേർഡ്സ് ബട്ട് വിത്ത് ഇൻറ്റോനേഷൻ. വേർഡ്സ് മാത്രമല്ല, നമ്മൾ ആ പറയുന്ന ട്യൂണും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനോട് അതിൻ്റെ വേർഡ് മീനിങ് ഞാൻ നോക്കുന്നില്ല. നമ്മൾ സപ്പോർട്ട് ഐഡിയാസ് നോട്ട് ഓൺലി വിത്ത് വേർഡ്സ്. വേർഡ്സ് മാത്രമല്ല, ആ സംഗതി എങ്ങനെയാണോ അതിൻ്റെ പോക്ക്, അതിൻ്റെ പ്രോസസ്സ് എന്താണോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് നോൺ വെർബൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ. വെർബൽ ആൻഡ് നോൺ വെർബൽ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ
ഒന്നും ഞാൻ പറഞ്ഞില്ല, ഒന്ന് കാണിച്ചാൽ മതി അല്ലേ? എന്നർത്ഥം നിന്നെ പിന്നെ കണ്ടോളാം. നമ്മൾ ചിലപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യില്ലേ വീട്ടിൽ? ഫാമിലി റിലേഷൻഷിപ്പിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സൂപ്പർ അല്ലേ? ഓരോ കണ്ണിൻ്റെ ആട്ടവും ഓരോ കൈയുടെ വെപ്പും പുരുകത്തിൻ്റെ ഒരു സ്റ്റൈലും ഒക്കെ കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 7% ഉള്ളതെന്ന് പറയുന്നത്. 55% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, 38% ആണ് വേർഡ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് 55%. ഇനി കമ്മ്യൂണിക്കേഷൻ ഫോർ ഇഫക്റ്റീവ് കൗൺസിലിംഗ്. എന്താണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് പറയുന്നതിനേക്കാളും മുമ്പ് എന്ത് പറയാം? ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെ? രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെ? നമ്പർ 1 അതിന് കാണും, ഗിവിംഗ് അഡ്വൈസ്. അഡ്വൈസ് കൊടുത്ത കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യും, അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ പ്രായപൂർത്തി വന്ന ഈ കൗമാരപ്രായത്തിലുള്ള യുവത്വത്തിലുള്ള കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നിന്നുപോണേ? നമ്മൾ തുടങ്ങുന്നത് എൻ്റെയൊക്കെ കാലത്ത് ഞാൻ അങ്ങനെ 18 വയസ്സായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു, എന്തെല്ലാം ജോലി ചെയ്തിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചത്. 10-24 വയസ്സിൽ ഞാൻ വീട് വെച്ചു, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയോ, നിനക്കൊക്കെ എന്താ അറിയേണ്ടത്, ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഒരു പണിയൊന്നും. അപ്പോൾ അതൊരു ബാരിയറാണ്. അപ്പോൾ ഗിവിംഗ് അഡ്വൈസ് ഇസ് എ ബാരിയർ. ദെൻ ഓഫറിംഗ് സൊല്യൂഷൻസ്. എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ പോയിട്ട് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കൗൺസിലറുടെ രീതി ആണെന്നോ? കിട്ടിയിട്ടും അല്ലാതെ സൊല്യൂഷൻ നമ്മുടെ പരിപാടിയല്ല. നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സൊല്യൂഷൻ ആര് കണ്ടെത്തണം? നമ്മളോട് വന്നത് പറയാണ്. അപ്പൊ നമ്മൾ അതിനെ അത് റെഫറി നടത്തുമോ, അല്ലെങ്കിൽ അത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയൊക്കെ പോകേണ്ടി വരും? നിർബന്ധമായിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു പോക്സോ കേസ് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചു, അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പോലീസിൽ അറിയിക്കണം. ഇതിപ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ 18 വയസ്സുള്ള ഒരു ചെക്കൻ, അല്ല 21 വയസ്സുള്ള ഒരു ചെക്കൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെ ABC എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, അപ്പോൾ നിർബന്ധമായിട്ടും ഈ കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, നിങ്ങളുടെ മകൻ 21 വയസ്സായതാണ്, അത് പോക്സോ കേസാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് അവരോട് പറയണം. അവരെ കൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് ചെയ്യിപ്പിക്കണം. അവർ കംപ്ലൈൻറ്റ് ചെയ്തില്ല എങ്കിൽ സ്കൂൾ അധികൃതരോട് നിങ്ങൾ പറയാം. സ്കൂൾ അധികൃതർ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ അറിയിക്കണം. മനസ്സിലാവണ്ട? ഇനി അവരത് സ്കൂൾ അധികൃതർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അത് കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ ആ സംഗതി ഔട്ടാക്കണം. ഒളിച്ചു വയ്ക്കാൻ പാടുള്ളതല്ല. അറിഞ്ഞാൽ, അറിയാതിരുന്നാൽ നമ്മൾ അറിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയേ പറ്റും. ഇന്നത് കേസാണ്, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ കേസായിട്ട് മാറും. നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയുടെ മാനം കാക്കാൻ അവരുടെ അമ്മ വന്നപ്പോൾ ഞാൻ അതിനോട് കൂട്ടുന്നേ ഉള്ളൂ, പക്ഷെ അത് പാടില്ല. അങ്ങനെ എത്രയോ കേസുകൾ വരുന്നു. പക്ഷെ അത് നിർബന്ധമായിട്ടും പറയും, കോടതി കൊണ്ടുവരും, അവകാശം കോടതി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ വർക്കിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ നിർബന്ധമായിട്ട് അത് നമ്മൾ പറയണം. അവിടെ ട്രസ്റ്റ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓഫറിംഗ് സൊല്യൂഷൻ അത് ബാരിയറാണ്. പിന്നെ മോറലൈസിങ് ആൻഡ് പ്രീച്ചിങ്. നമ്മൾ വലിയ റിലീജിയൻ പ്രീച്ച് ചെയ്യാണ് ഇയാളോട്, ആവശ്യമുണ്ടോ? അത് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറാണ്. നിന്റെ റിലീജിയൻ നിനക്കാണ് പ്രധാനം. നിന്റെ അടുത്ത് വന്ന ആൾക്ക് അതേ റിലീജിയൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമോ ഇല്ല. അപ്പോൾ അയാളെ നമ്മൾ അതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കത് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അയാൾ ഒരിക്കലും അത് നമ്മൾ മോറലൈസ് ചെയ്യാൻ ശ്രമിക്കും. നീ എന്ത് വൃത്തിയേടാണ് കാണിച്ചത്, 2 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അയാൾ വരുന്നത് പറയും, പറയില്ല. ദെൻ അനലൈസിങ് ആൻഡ് ഡയഗ്നോസിങ്. നമ്മൾ അയാൾ പറയുന്നതിന് മുമ്പേ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അനലൈസ് ചെയ്ത് സംസാരിക്കുകയാണ്. പിന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ? ശ്രദ്ധിക്കില്ലേ? ഉണ്ടാവില്ല.
ജഡ്ജിങ് ഓർ ക്രിറ്റിസൈസിങ്, ഇത് ചെയ്ത് ശരിയായില്ല, അതിന് നമുക്ക് പറയാൻ പറ്റും. അയാളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കിങ്ങനെ അറിയാം. അപ്പൊ ജഡ്ജ്മെന്റ് കൗൺസിലിങ്ങിന്റെ കമ്മ്യൂണിക്കേഷന് ബാരിയറാണ്. അടുത്തത് പ്രൈസിങ് ആൻഡ് അഗ്രി ഗിവിംഗ് പൊസിഷൻ, പോസിറ്റീവ് ഇവാലുവേഷൻസ്. ഇനി അതിന് പ്രൈസ് ചെയ്ത് അഗ്രി ചെയ്ത് അവൻ പറഞ്ഞതിനൊക്കെ അഗ്രി ചെയ്ത് അവൻ പറയുന്നത് കേൾക്കുക, നമ്മുടെ അഭിപ്രായം പറയണമെന്ന് ഒരു നിർബന്ധം ഇല്ല. ഇനി റീഅഷ്യൂർ, നല്ല കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഅഷ്യൂർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം കേട്ടോ, റീഅഷ്യൂർ. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്. എ കോമൺ സിസ്റ്റം ഓഫ് സിമ്പിൾസ്, സൈൻസ്, ജസ്റ്റേഴ്സ്, അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ അവിടെ എങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? അർത്ഥം എന്താണ്? ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ശരി ഇട്ടാ ഞാൻ പോവാൻ്റെ സിസ്റ്റർ പക്ഷെ വേറെ ചിലടത്ത് വേണ്ടാന്ന് വേണ്ട അർത്ഥം. നമ്മൾ പറയുന്ന രീതി വേറെ കൾച്ചർ വേറെയാണ്, ഓരോ കുടുംബത്തിലും ഓരോന്നാണത്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അപ്പൊ ഹെഡ് നോട്ട്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ജസ്റ്റേഴ്സ്, നമ്മുടെ ജസ്റ്റേഴ്സ് എന്ന് കാണിച്ചാൽ മനസ്സിലായോ? എന്തെല്ലാം ജസ്റ്റേഴ്സ് ഇനി അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഗിവ് എക്സ്പ്രഷൻ ടു അവർ മെസ്സേജ് ദാറ്റ് വി ആർ ട്രാൻസ്മിറ്റിംഗ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുകയാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഹാൻഡ് ജസ്റ്റേഴ്സ്, ടോൺ, പിച്ച് ഓഫ് വോയിസ്, സ്മെൽ, എസെൻഷ്യലി എനിത്തിങ് നോൺ വെർബൽ, അതൊക്കെ നോൺ വെർബൽ ആവാം. ചിലർ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു മദ്യത്തിൻ്റെ മണം കിട്ടും. അപ്പോൾ നമ്മൾ പറയണം നമ്മളൊന്നും കാണിച്ചത്, അയാൾക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കൊടുക്കും, നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കും. അപ്പം നമുക്ക് എല്ലാ കാര്യം അങ്ങനെയുണ്ട്. വല്ലാണ്ട് അടിച്ചു വീഴ്ചയാണ് വന്നേക്കണേ, എന്തിനു പെർഫ്യൂമാണ് ഇട്ടേക്കണേ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് തന്നെ അവിടെ ഒരു ബാരിയറായി. ഇനി അടുത്തത് കൗൺസിലിംഗ് റിലേഷൻഷിപ്പ്, എ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് built on trust, free and open communication and understanding. Counselor client relationship are നേരത്തെ പറഞ്ഞ unconditional positive regard, ഓർമ്മയില്ലേ? Respect, accurate empathy and genuineness. പഠിച്ചല്ലേ? നേരത്തെ കണ്ടതല്ലേ? The quality of the counselor client relationship influences counseling process outcomes. Okay. ഇനി അടുത്തത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. ഇതാണ് നേരത്തെ പറയുന്നത്, ഞാൻ പിന്നെ പറയുന്നു പറഞ്ഞിട്ട് നേരത്തെ വിട്ടത്. ട്രാൻസ്പെറൻസ്, കൗണ്ടർ ട്രാൻസ്പെറൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ആസ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഇത് നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് ട്രാൻസ്പെറൻസ്? എന്താണ് ട്രാൻസ്പെറൻസ്? നോക്കുക, ട്രാൻസ്പെറൻസ് കുഡ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. പോസിറ്റീവ് ട്രാൻസ്പെറൻസ് ഇൻവോൾവ്സ് ദ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് of affection or dependency, and a negative transference the expression of feelings of hostility and aggression towards the counselor. അതായത് ക്ലൈന്റിന്റെ ഭാഗത്ത് നിന്ന് കൗൺസിലറുടെ നേർക്ക് വരുന്ന ഒരു സംഗതിയാണ് ട്രാൻസ്പെറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഈ കൗൺസിലർ വർത്തമാനം പറയുമ്പോൾ ഈ ക്ലൈന്റിന് തോന്നുകയാണ് അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് ഒരു ആൻറ്റിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു ക്ലൈന്റ് പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞാൻറ്റിയുടെ പോലെയാണ് റോസസ്. കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ്റെ ജീവനായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾ ആൻറ്റിയോട് വർത്തമാനം പറയണ പോലെ കുഞ്ഞാൻറ്റിയാണ് എൻ്റെ കുഞ്ഞാൻറ്റി. കാരണം ഇതിനെ കുട്ടിക്കാലത്ത് അപ്പൻ്റെ പെങ്ങളായിട്ടുള്ള കുഞ്ഞാൻറ്റിയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ഇവിടെ ഒരു കൗമാരപ്രായത്തിലായിട്ട് കുഞ്ഞാൻറ്റി കല്യാണം കഴിച്ചു പോയി. അപ്പോൾ ആ നഷ്ടപ്പെട്ട കുഞ്ഞാൻറ്റീനെ കിട്ടിയ ഫീലാണ് ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ കൊച്ചിന് വന്നത്. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻസാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ബഹുമാനം ഈ കുട്ടി കൗൺസിലറിന്, നമ്മുടെ ക്ലൈന്റിന് കൗൺസിലറിനോട് ഉണ്ടായിരിക്കേണ്ട ബഹുമാനം കുട്ടി തന്നൂന്ന്. കൗൺസിലറിനോട് കൊടുക്കേണ്ട ബഹുമാനം കുട്ടി കൊടുക്കണമെന്ന് നിർബന്ധമില്ലേ? കാരണം എന്താ? കുഞ്ഞാൻറ്റിയായിട്ടാണ് കാണുന്നത്. കുഞ്ഞാൻറ്റിയുള്ള ഫ്രീഡം കുട്ടി പെരുമാറും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ആ റിലേഷൻ കൂട്ടാൻ പാടില്ല. കുഞ്ഞാറ്റിയാണ് ഞാനെന്നുള്ള ബോധം കുട്ടിക്ക് കൂട്ടിക്കൊടുക്കാൻ പാടില്ല. അത് കൂട്ടിക്കൊടുത്താൽ പിന്നെ അവിടെ കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് കട്ടായി പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? കുട്ടീൻ്റെ അടുത്ത് നമ്മളൊരു ഡിസ്റ്റൻസ്
കീപ്പ് ചെയ്യണം. ഒരു അതോറിറ്റേറ്റീവായിട്ട് പെരുമാറണം. നോട്ട് അതോറിറ്റേറിയൻ അല്ല, ഓട്ടോക്രാറ്റിക്. അതോറിറ്റേറ്റീവായിട്ട് പെരുമാറാൻ പറ്റണം. അതോറിറ്റേറിയൻ അല്ല, അതോറിറ്റേറ്റീവ്. അപ്പോൾ അധികാരികത ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇനി our towards the council, a counselee may react to the counselor as he would react to his parent. The counselee is often unconscious of his reaction toward the counselor. ഇനി ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു അപ്പനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു അമ്മയാണ് വിചാരിക്കും. ഫീമെയിൽ എന്നുള്ള നിലയിൽ ഇപ്പം നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ സ്വരമോ പെരുമാറ്റമോ കാഴ്ചയോ സംസാര രീതിയോ അമ്മയായിട്ട് ബന്ധം തോന്നുന്നു. അമ്മയോട് ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം. ഈ കുട്ടിയുടെ അമ്മയോട് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം. ഈ അമ്മയുടെ എന്തോ സിമിലാരിറ്റി എന്നിൽ ഈ കുട്ടി കാണേണ്ടിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ വല്ല കാര്യങ്ങളും കുട്ടി അംഗീകരിക്കും? ഒരിക്കലും. അതാണ് ട്രാൻസ്ഫറൻസ്, നെഗറ്റീവ് ട്രാൻസ്ഫറൻസ്. പോസിറ്റീവ് ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എന്തോ കുട്ടിക്കാല അനുഭവങ്ങൾ എൻ്റെ കൗൺസിലറിനോട് എനിക്ക് തോന്നുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻ വരും, മറ്റൊരു നെഗറ്റീവ് റിലേഷൻ വരും. ഇപ്പോൾ വെളുക്കാൻ വെച്ചത് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി PG പഠിക്കുന്ന സമയത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് PG. അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു പയ്യനുണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞൊരു പയ്യൻ. അത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അവൻ, ഞാൻ സിസ്റ്ററായിട്ട് പഠിക്കുന്നത്, എന്നെ കാണുമ്പോൾ ഇവിടെ എന്തെങ്കിലും കുറിച്ചപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യം കളിയാക്കും. ഞാൻ പേപ്പർ പ്രസന്റേഷനൊക്കെ നിൽക്കുമ്പോഴും ഇവർ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കുസൃതി കാണിക്കും. എനിക്കത് വലിയ ശല്യമായി. ദൈവം എന്ത് ചെക്കൻ എന്നോട് ഇങ്ങനെ. സാധാരണ ക്ലാസ്സിലൊക്കെ എനിക്ക് നല്ല വാല്യൂ ഉണ്ടാവാറുണ്ട്, എല്ലാവരും ഭയങ്കരമായിട്ട് ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഈ ചെക്കൻ എന്നെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് 2 കൊല്ലത്തെ പഠനമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രതികളോട് ചോദിച്ചിട്ടുണ്ട്, നേരം പോകല്ലോ, എനിക്ക് ധൈര്യം വെച്ചു, എനിക്ക് പേടിയാണ്. അവരുടെ മൂത്തുക പേടി, ഒരു വല്ലാത്ത മീശയൊക്കെ വെച്ച് മൂവിയൊക്കെ വരച്ചു, ഇങ്ങനെ ഒരു കടുത്ത ഹിന്ദുയിസ്റ്റ് സ്റ്റൈലാണെന്നാണ് നമ്മുടെ BJPയുടെ വലിയ ആളാണ്. അത് മീൻസ് ആ ആറ്റിറ്റ്യൂഡ്, അദ്വാനി നമ്മുടെ ഹീറോ ആണ്. അപ്പോൾ എനിക്കൊരു ഭയമാണ് എപ്പോഴും. BJPയുടെ ഭയമൊന്നുമില്ല കേട്ടെ, പയ്യനെങ്ങനെ എന്ത് പെരുമാറ്റം. അപ്പം ഞാൻ ഓർമ്മയുടെ ദിവസം ഞാൻ പറഞ്ഞു, പ്രദീപ് എനിക്ക് നിന്നോട് എന്തൊരു ഇഷ്ടമാണ്, ഞാൻ ഒന്ന് വെച്ചടിച്ചു, എന്ത് പ്രദീപ് എനിക്ക് നിന്നോട് എന്തൊരു ഇഷ്ടമാണ്, നീ എന്തിനോട് എപ്പോഴും ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്. ഈ ഒരു കൊല്ലം നോക്കുമ്പോൾ ഏറ്റവും ദുഃഖമുള്ളത് നിന്നെയാണ്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയെന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തൊരു കൂട്ടാണ്. ഞങ്ങൾ 8 പെൺപിള്ളേരും 7 ആൺപിള്ളേരുമാണ് ക്ലാസ്സിൽ. 15 ആളേ ഉള്ളൂ, 15 സീറ്റേ ഉള്ളൂ. അപ്പം ഇവൻ ചിരിച്ചു, കാണാന്ന് ചിരിച്ചിട്ട് പറയാം, എന്താ കാരണം സിസ്റ്ററായിട്ട് സംഭവമാണ്, എനിക്ക് തന്നോടുള്ള ദേഷ്യമൊന്നുമല്ലടോ. ഞാൻ പറഞ്ഞു, പിന്നെ ആരോടുള്ള ദേഷ്യം നീ എന്ത് കാണിച്ചാൽ വിളിച്ചത്? അതെ, 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഹോളി ഏഞ്ചൽസ് തിരുവനന്തപുരത്ത് പഠിച്ചത്, ഹോളി ഏഞ്ചൽസിലാണ് പഠിച്ചത്. അന്ന് ഞാനിങ്ങനെ ലീനാണ്, ഈർക്കിരി പോലെ മേതിരിക്കോല് പോലെ ഇങ്ങനെ വെള്ളയായിട്ട് റോസ് കളറാണ് സിസ്റ്ററിൻ്റെ, റോസ് കളറാണ്, വെള്ളയല്ല റോസ് കളറ് എല്ലിച്ചൊരു കന്യാസിയാണ് എന്നെ 4ാം ക്ലാസ്സിൽ പഠിച്ചത്. ശരിക്കും സിസ്റ്ററിൻ്റെ പോലെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം വെച്ച് ദൈവം ഈ പുലിവാൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ഷഡ്ഡി ട്രൗസർ കൂടി അടിച്ചിട്ടുണ്ട്. ട്രൗസർ കൂടി അടിച്ചിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് ഭയങ്കര നോക്കാതെ ജ്വലിക്കുന്നുണ്ട്. കൂട്ടം ഞാനല്ലടാ, ഞാനൊരു പാവല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ 2 കൊല്ലം വരെ ഇവൻ റിയാക്ട് ചെയ്ത് മുഴുവൻ ആരോടായിരുന്നു? കോളേജിൽ ഞാൻ കന്യാസിയോടായിരുന്നു. കന്യാസിയോടുള്ള കാര്യം ആലോചിച്ചു. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഞാനിവിടെ സെയിൻറ്റ് ജോസഫ്സ് കോളേജിലായിരുന്നു, അവിടെ വെച്ചാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് മറ്റേ പരീക്ഷ ഉണ്ടാവില്ലേ, ടെസ്റ്റ് ഉണ്ടായപ്പോൾ HM ഞാൻ നല്ല ഭംഗിയായിട്ട് റോഡ് ഓടിക്കുകയാണ്. റോഡ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ആദ്യം ഞാൻ ശരിക്കും ഓടിച്ചു എന്ന് എൻ്റെ വിചാരം. എന്നോട് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ നിർത്തിയത്, അന്നത്തെ സ്റ്റൈല്. ഇയാളെന്നെ കുറച്ച് തോന്നുന്നു, എന്നിട്ട് നമ്മൾ തോന്നിക്കും. ശരിക്കും ചെയ്തിട്ടില്ല, ഒന്നുകൂടി ചെയ്യുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യം ആർട്ടിയും. അത് വീണ്ടും ഓടിച്ചു. അപ്പോഴാണ് ചെയ്ത് പറയാം. അപ്പം ഓടിക്കുന്നതാണ് ഇത് ദുഃഖം. അയാൾ ശരിക്കും ദുഃഖം സിസ്റ്റർ ഭംഗിയായിട്ട് ചെയ്യണേ, എന്നിട്ട് ഇയാളും ദുഃഖം വന്നാണ് പിന്നെ ഇയാളെന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോൾ ഇയാൾ പറയണേ, ഒന്ന് തോന്നണ്ട, എൻ്റെ മോളെ നിങ്ങളുടെ കന്യാസിയിൽ അഡ്മിഷൻ തന്നില്ല,
അതുകൊണ്ട് തനിക്ക് ലൈസൻസ് തരാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലോണം പണിപ്പെട്ടു. പക്ഷെ ദൈവം നിന്നെ തന്നെ സഹായിച്ചു. അതുകൊണ്ട് തനിക്ക് ലൈസൻസ് തരാതിരിക്കാൻ വേണ്ടി പണി തരാൻ വേണ്ടി നോക്കിയതാണ്. ആരോടും ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മീഡിയയിൽ നിന്നിട്ട് മറ്റത് നിന്നിട്ട് മറിച്ച് നിന്നിട്ട് 3000 ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മുടെ സഹായത്തിൽ എല്ലാവരും ഉത്തരം പറയാനും ഇത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങളും വിചാരിച്ചു ഇയാളൊന്നും ചെയ്യാറില്ല, ഇയാൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള ആക്ടിയാണ് ഈ ഓഫീസിലാണ്, അന്നേരം ഇയാൾക്ക് ഇങ്ങനെ ചെയ്യണം, സിസ്റ്ററോട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവസാനം ഇറങ്ങിയപ്പോൾ അയാൾ എന്നോട് അപ്പോളജി പറയാണ്, ഞാൻ കുറെ കഷ്ടപ്പെടുത്തിയല്ലേ എന്നെ ആകരുതിട്ടാന്ന്. നിങ്ങളൊന്നും അയാളുടെ പോയിട്ടില്ല, നിങ്ങളിപ്പോൾ ആകരുതിട്ട് തന്നെയാണ് എന്ത് എന്നെ നോക്കി ഒരു അഡ്മിഷൻ കൊടുത്തതിൽ ദേഷ്യം എനിക്ക് അതുകൊണ്ട് ചെയ്തത്. ആലോചിക്കേ, ദിസ് ഇസ് വാട്ട് വി കോൾഡ് ട്രാൻസ്പെറൻസ്. ഇനി കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ ക്ലയന്റിന് കൗൺസിലറിനോടുള്ളൂ. ഇനി കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്താണ്? കൗൺസിലറിന് അതായത് എനിക്ക് തോന്നുകയാണ് എൻ്റെ ഫ്രണ്ടിന്റെ ചായ, എനിക്ക് തോന്നുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയത്, അല്ലെങ്കിൽ എനിക്ക് വെറുപ്പുള്ള വേലക്കാരത്തിനെ പോലെ തോന്നി, അതിനോട് റിയാക്ട് ചെയ്യും, കുട്ടിനെ മൈൻഡ് ചെയ്യും. അങ്ങനെ കൗണ്ടർ ട്രാൻസ്പെറൻസും ഇതിൽ വരാൻ സാധ്യത ഉണ്ട്. പ്രൊജക്ഷൻ അതൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ മണി എത്രയും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്താണെന്ന് മനസ്സിലായില്ല. അടുത്ത റിസോൾവിംഗ് കൗണ്ടർ ട്രാൻസ്പെറൻസ് ഫീലിംഗ്സ്. അപ്പൊ കൗൺസിലർ മസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം. കൗൺസിലർ ട്രാൻസ്പെറൻസ് എന്താണെന്നും കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. 4 മണി ഇപ്പൊ കഴിയും. റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് അതുകൂടി പറഞ്ഞ കഴിഞ്ഞു. The unconscious opposition in bringing material from the domain of the id into ego. Resistance is explained as one of the protective function of the ego. Resistance is the reflection of the patient's inability to deal directly, realistically, constructively with his impulses as they appear during the process of therapy. It could be product of the outer defense system protecting the client from situational threats. Defense system guarding the client from his unconscious. നിങ്ങൾക്കറിയോ ഇത് ഈഗോ സൂപ്പർ ഈഗോ അറിയോ? പഠിച്ചിട്ടില്ല ഈ കൺസെപ്റ്റ്. നിങ്ങൾ പഠിക്കാൻ പോകണല്ലോ, ബേസിക് സൈക്കോളജിയിൽ നിങ്ങളത് പഠിക്കും. അപ്പൊ സത്യത്തില് ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്, ഇതെന്ന് പറഞ്ഞാൽ ഇമ്പൾസസ് ആണ്. അത്രയും മാത്രം മനസ്സിലാക്കി. ഇതെന്ന് പറഞ്ഞാൽ ഇമ്പൾസസ് ആണ്, ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഐ ഡി, വെറും ഐ ഡി. ഇത് ഫ്രോയിഡ് കോയിൻ ചെയ്ത 3 വേർഡുകളാണ്. എന്താണ്? ഇത്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊറാലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ ലിബിഡോ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഇമ്പൾസസ്, എല്ലാ തരത്തിലുള്ള സൈക്കിക് എനർജി, അതാണ് ഇതെന്ന് പറയുന്നത്. എന്താണ്? സൈക്കിക് എനർജി. റിയാലിറ്റീനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് കൊണ്ട് പോകുന്നത് ഡസ്റ്റർ എന്ന് വെച്ചിട്ട്. അപ്പൊ നോക്കി, ഇത് ഈഗോ, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോയും ഇതും ഈഗോയെ സ്വാധീനിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണം, എനിക്കിപ്പോ കള്ളുടിക്കുന്നു, ഞാൻ ചെയ്യും, ഞാൻ കള്ളുടിയും. ആ നേരത്തെ എൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇതാണ് ഈഗോണോ സൂപ്പർ ഈഗോണോ? ഇതാണ്. എൻ്റെ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. എഴുതി വെച്ചോ, ഇത് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ. ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ. ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. എല്ലാ മനുഷ്യർക്കും ഇതും ഈഗോയും സൂപ്പർ ഈഗോയും ഉണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഫോർ എക്സാമ്പിൾ,
ഇപ്പൊ ഞാൻ ഈഗോ എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക് ആണ് അവരുടെ തിങ്കിങ്. ഈഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഖവും എൻ്റെ സൗകര്യവും എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ഇതിന് ഈഗോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന് വിശക്കുമ്പോൾ അത് കരയും, പാല് വേണം അതിന്, മൂത്രം ഒഴിക്കുമ്പോൾ അത് കരയും, തുണി മാറ്റണം, അത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നു തുടങ്ങി, വീണ്ടും കരയും, വീണ്ടും മൂത്രം ഒഴിക്കുമ്പോൾ വീണ്ടും കരയും. ഇതന്നെ, അതിന് ഇത് മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഒരു 2 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വിളിച്ച കുട്ടി അങ്ങോട്ട് പോകും, പിന്നെ കാരണം എന്താ? അതിന് ഈഗോ ഡെവലപ്പ് ചെയ്തു. ഇനി എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ, നീ പറയണ്ടത്, നീ ഇത് കുടിക്കും, ഇല്ലെങ്കിൽ വേണമെന്ന് പറയും കൊച്ച്. എനിക്ക് കുടിക്കേണ്ടത് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം, അപ്പോൾ അതാണ് എനിക്കിത് വേണ്ട. മുട്ട ഞങ്ങളുടെ കൊച്ചിൻ്റെ ഇവിടെ ഒരു കൊച്ചിൻ്റെ 2 വയസ്സായി കൊച്ച്, അവൾക്ക് മുട്ട എന്നുള്ള ജീവനാണ്. പച്ചമുട്ട കൊടുത്താലും കളിച്ചു കുടിച്ചു പോകും, ഭയങ്കര ഇഷ്ടം. പക്ഷെ മുട്ടയുടെ ഈ സബോളയും പച്ചമുളക് ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പൊരിച്ചോ കൊടുത്താൽ തൊടില്ല. അല്ലെങ്കിൽ ഞാനും അവരൊന്നും അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് മുട്ട ഉണ്ട്. ഇത്ര ഭയങ്കര മുട്ട ഇഷ്ടമുള്ള കുട്ടി ഈ മുട്ട കൊടുത്താൽ വേണമെന്ന് പറയും. അവൾക്ക് അത് പൊരിച്ചു അല്ല മറ്റേ അപ്പം ചുറ്റു വെറുതെ ബുൾസായി കിട്ടും, അല്ലെങ്കിൽ പുളിയിൽ കിട്ടും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈഗോ ഡെവലപ്പ് ചെയ്തു. അതിന് നമ്മൾ അരച്ച് ഇരിച്ചൊക്കെ കൊടുത്താൽ അത് കഴിച്ചോളൂ, കോഴിയിൽ. ഈഗോ ഡെവലപ്പ് ചെയ്ത ലക്ഷണമാണ്. ഇപ്പം കൊച്ചു കുഞ്ഞ് നമ്മളോട് പറയുകയാണെങ്കിൽ ഇപ്പം 2-3 വയസ്സായ കുട്ടി അവിടെ പള്ളിയിൽ 6 മാസമായി വെച്ച് പള്ളിയിൽ കൊണ്ടുപോയിരിക്കും. അത് പള്ളിയിൽ ഇങ്ങനെ കാഴ്ചവെപ്പിൻ്റെ നേരത്ത് ക്ലാസ് ഉയർത്താണ്, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പം ഈ കൊച്ചു വലിയ വായിൽ പറഞ്ഞു, അമ്മ മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ 6 മാസമായി കൊച്ചു മിണ്ടാണ്ടിരിക്കുക. എന്ത് മിണ്ടാത്തേ? മിണ്ടാണ്ടിരിക്കുക ഇല്ല, അതെനിക്കില്ല. അപ്പൊ നമ്മൾ പാല് കൊടുക്കണം കൊച്ചിനെ, അത് പുറത്തു കൊണ്ടോണം. 2.5 വയസ്സായി കൊച്ചായിരിക്കും കൊച്ചു കാണിക്കില്ലേ? പറയണമെന്നുണ്ട്, വേണ്ടാന്ന് പറയണോ? അപ്പൊ അതിന്റെ റിയാലിറ്റിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതിന്റെ ഈഗോ അതിനെ സെറ്റപ്പ് ആക്കാണ്, റിയാലിറ്റിനെ ഫേസ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാക്കാൻ. ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മുടെ റിയാക്ഷൻ, നമ്മൾ സംസാരിക്കുന്നതിന് സൂപ്പർ ഈഗോ വെച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ വരണം, ഞാൻ പറഞ്ഞു 1:45 ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിൽ ഞാൻ കയറി വരുന്ന വഴി സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. എന്നിൽ ഡോമിനന്റ് സൂപ്പർ ഈഗോ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. എന്ന് വെച്ചാൽ കൃത്യം 1:45 2 മിനിറ്റ് മുമ്പ് ഞാൻ ക്ലാസ്സിൽ വരും. അങ്ങനെ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ വഴിക്ക് ചാണകം വിടും എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഡെവലപ്ഡ് സൂപ്പർ ഈഗോ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 1:45 എത്തണം. എന്ത് ചെയ്യും? അതിങ്ങനെയൊക്കെ വെച്ച് ഓടി കഴിച്ച് 1:45 ഞാൻ വന്ന് ക്ലാസ് വന്നു, എന്നാലും ഞാൻ ടൈം കീപ്പ് ചെയ്യും. ഇതാണെങ്കിലോ എന്നെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഇതാണ്. ഞാൻ എന്ത് ചെയ്യും? നമ്മളത് പോയി അവിടെ നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല, അപ്പൊ നമ്മൾ തെറ്റി പോയി വെള്ളം കോരി കാല് കഴുകി വൃത്തിയാക്കി പറഞ്ഞു കഴിച്ച് എൻ്റെ സൗകര്യത്തെ പോകും. എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ ഡോമിനന്റ് ആയിട്ടുള്ളത് എൻ്റെ സുഖമാണ്, എൻ്റെ പ്ലഷറാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഇവിടെ ഇല്ല. ഇനി ഈഗോ ആണെങ്കിലോ അങ്ങനെ പറയാൻ പറ്റില്ല, മണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അത് സാറില്ല, അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു 5 മിനിറ്റ് വൈകി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു സോറി ഇട്ടോ, ഞാൻ ഇത്തിരി വൈകിട്ടോ, ചാണം ആയി പോയി, സോറി ഇട്ടോ പറയാം. ഈഗോനെ ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പം എൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ഈഗോ ആണ്. ചിലപ്പോൾ ഞാൻ ഈ റിയാലിറ്റിനെ റെസിസ്റ്റ് ചെയ്യും. മനസ്സിലായി? റിയാലിറ്റിനെ ഞാൻ റെസിസ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലായാലും ഞാൻ റെസിസ്റ്റ് ചെയ്യും. ആണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. appear during the process of therapy. Resistance is the reflection of the patient's inability to deal directly, realistically, constructively with his impulses as they appear during the process of therapy. അവർ ന്യായം നമ്മൾ പറഞ്ഞു കൊടുത്താലും അത് അവർ അംഗീകരിക്കില്ല. ആ സമയത്ത് നീ ഇങ്ങനെയായിരുന്നു, നീ നിന്റെ ഇഷ്ടം നോക്കി, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് നീ പെരുമാറിയത് എന്ന് പറഞ്ഞാൽ അവരത് ഒബ്ജക്റ്റ് ചെയ്യും, അവർ അംഗീകരിക്കില്ല, അതിന് റെസിസ്റ്റ് ചെയ്യും. ഈ പ്രോസസ് ഓഫ് ദ തെറപ്പി സിറ്റുവേഷനിൽ തന്നെ അവരതിനെ റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസ് എവിടെയാണോ പറഞ്ഞത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ഇറ്റ് കുഡ് ബി എ പ്രോഡക്റ്റ് ഓഫ് ഔട്ടർ ഡിഫൻസ് സിസ്റ്റം, protecting the client from situational threats, defense system
guarding the client from his unconscious. അപ്പം അൺകോൺഷ്യസ് ഇമ്പൾസസിൽ നിന്ന് ഇയാളെ ചിലപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ അത് റെസിസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി സൂപ്പർ കാണിച്ച് റെസിസ്റ്റ് ചെയ്യും. ആ പ്രദേശത്തേക്ക് ഇനി നമ്മൾ പോകണ്ട, അങ്ങനെ നല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കും. അതാണ് റെസിസ്റ്റൻസ്. ഇനി എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് ഇൻ കൗൺസിലിംഗ്. ഇത് നമുക്ക് പിന്നെ പഠിക്കാവുന്നതാണ്. പ്രോബ്ലം കണ്ടിട്ട് നമ്മൾ പഠിക്കാവുന്നതാണ്. സത്യത്തിൽ നമ്മൾ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് എങ്ങനെ നമ്മൾ റിപ്പോർട്ട് എഴുതണം, അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻ, ബ്രീഫ് മെൻ്റൽ MSc എന്ന് പറയുന്നത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. നമ്മുടെ ക്ലയൻറ്റിൻ്റെ അതിന് MSc എടുക്കണം. കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ടു ഡേറ്റ് പ്രോഗ്രസ് അതൊക്കെ നമ്മൾ എഴുതണം. കറണ്ട് സിംറ്റം എന്താണെന്ന് എഴുതണം. ലെവൽ ഓഫ് ഫങ്ഷനിങ് എഴുതണം. കറണ്ട് ഗോൾസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അത് എഴുതണം. ക്രൈറ്റീരിയ ഫോർ ഡിസ്ചാർജ്, കൗൺസിലിംഗ് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി എഴുതണം. ഇതെല്ലാം കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതൊരു കൗൺസിലിംഗ് കേസ് ഹിസ്റ്ററി ശരിയാവുള്ളൂ. കൺസെൻറ്റ് ടു ദ ട്രീറ്റ്മെൻറ്റ് ഫോം, നമ്മൾ ചെയ്യുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. എ പ്രൊഫഷണൽ ഡിസ്ക്ലോഷർ ആൻഡ് റെക്കോർഡ് പാർട്ട് ഓഫ് എൻ ഇനീഷ്യൽ കൗൺസിലിംഗ് സെഷൻ. ദിസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദ കൗൺസിലേഴ്സ് ട്രെയിനിങ്, ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, acquaintance clients with the rights, roles and guidelines that are important in the counseling process. ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ട് ഇന്ന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നീ ചെയ്യണം, അതിൽ നിൻ്റെ സമ്മതം ആവശ്യമുണ്ട്. അപ്പോൾ കൺസെൻറ്റ്, സമ്മതപത്രം എന്ന് പറയും, അത് നമ്മൾ ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ അവർ പിന്നെ നമുക്ക് ഇതിലേക്ക് കേസ് കൊടുത്താൽ നമ്മൾ എഴുതത്തില്ല. ഇവിടെ റെസൊല്യൂഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കൺസെൻറ്റ് എഴുതി മേടിക്കും. ദെൻ ക്ലോസിംഗ് റിപ്പോർട്ട്സ്, ആ കൗൺസിലിംഗ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നമ്മുടെ അനാലിസിസ് നമ്മൾ ആ ഫോമിൽ നമ്മൾ എഴുതി നമ്മുടെ ഒരു കൺക്ലൂഷൻ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കൗൺസിലിംഗ് അപ്രോച്ചസ്. അത് നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കാണാം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഡൗട്ട്സ്